അപ്പോൾ നമ്മൾ വെള്ളിയാഴ്ച എമ്പുരാൻ കാണാൻ പോയി. ഇപ്പോൾ വെള്ളിയാഴ്ച വൈകുന്നേരം PVR IMAX ബാംഗ്ലൂരാണ് നമ്മൾ കണ്ടത്. PVR IMAX കാണാൻ പോയപ്പോൾ ഞാൻ വെച്ച് ഇനി ഓളമൊന്നും ഉണ്ടാവില്ല, പക്ഷെ നല്ല ഓളമായിരുന്നു. ആൾക്കാരൊക്കെ എല്ലാ പർട്ടിക്കുലർ പോയിന്റ്സിലും നല്ല എഴുന്നേറ്റിലും ബഹളമൊക്കെ ഹോളിഡേ ഒക്കെ അങ്ങനെ വളരെ നല്ല ഒരു റെസ്പോൺസ് ഉണ്ടായിരുന്നു. അപ്പോൾ പടത്തെക്കുറിച്ച് ഞങ്ങൾ അപ്പം തന്നെ ഒരു പടം കഴിഞ്ഞ ഉടനെ തന്നെ ചെറിയ ഷോർട്ടായിട്ട് അധികം സ്പോയിലേഴ്സ് ഒന്നും ഇല്ലാതെ ഒരു ഓവറോൾ കമൻറ്റ് പറഞ്ഞിരുന്നു. പക്ഷേ പിന്നെ ഞങ്ങൾ അതിനെക്കുറിച്ചാണ് കഴിഞ്ഞ 2 ദിവസമായിട്ട് ചർച്ച നടത്തിയത്. ഇപ്പോൾ പലരുമായിട്ടും ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോഴും പലർക്കും പല അഭിപ്രായമാണ്. അപ്പോൾ ആ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങളിങ്ങനെ വിശകലനം ചെയ്ത് വരുമ്പോൾ അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇതിനെക്കുറിച്ച് ഒരു മുഴുനീള വീഡിയോ ചെയ്യാമെന്ന്. അപ്പോൾ ഈ മുഴുനീള വീഡിയോ ചെയ്യുമ്പോൾ ഇതിനകത്ത് സിനിമയിൽ നടക്കുന്ന പല കാര്യങ്ങളും നമുക്ക് അഭിസംബോധന ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതൊരു സ്പോയിലർ അലർട്ടാണ്. സിനിമ കാണാത്തവർ സിനിമ കണ്ടിട്ട് ഇത് കേൾക്കണം എന്നുള്ളവർ ഇവിടെ നിർത്തുക, എന്നിട്ട് സിനിമ കണ്ടിട്ട് വന്ന് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. ഇനി ഞങ്ങൾ പറയുന്നതിൽ സിനിമ കാണാത്തവർക്ക് അതിനകത്തുള്ള പല കാര്യങ്ങളും പറഞ്ഞെന്നിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് കേൾക്കണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നിർത്തുക, പോസ് ചെയ്തിട്ട് സിനിമ കണ്ടിട്ട് വരിക. പിന്നെ സിനിമ 3 മണിക്കൂർ പടമുണ്ട്, 2 മണിക്കൂർ 59 മിനിറ്റാണ് പടം. അപ്പോൾ അതാണ് മെയിനായിട്ട് എല്ലാവരും പറയുന്ന ഒരു വലിയ കാര്യം. അപ്പോൾ ഈ 3 മണിക്കൂർ പടമുള്ള കാരണം തന്നെ അത് ലാഗ് ചെയ്യുന്നു എന്നാണ് ഇപ്പോൾ പല അഭിപ്രായം. ഇപ്പം എനിക്ക് സെക്കൻഡ് ഹാഫിൽ കുറച്ച് ഭാഗം ലാഗ് ചെയ്യുന്നു തോന്നി, ചിലർക്ക് ഫസ്റ്റ് ഹാഫിൽ ചില ഭാഗം ലാഗ് ചെയ്യുന്നു തോന്നി. ഫസ്റ്റ് ഹാഫ് ലാഗ് ആയിരുന്നു എന്നൊരു പൊതുവെ അഭിപ്രായം ഉണ്ടായിരുന്നു. പക്ഷെ ആദ്യമായിട്ട് പറയട്ടെ, ഇത് ഓവറോൾ പടം ഇരുന്ന് കണ്ടപ്പോൾ എനിക്കോ കൂടെ ഇരുന്ന് കണ്ടവർക്കോ പടം മോശമായിട്ട് ആർക്കും തോന്നില്ല. ഓവറോൾ എല്ലാവർക്കും ഒരു അഭിപ്രായം നല്ല പടമാണ്, നല്ല പടമായിരുന്നു അല്ലേ. പക്ഷെ എന്താ പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ ഇതൊരു നുള്ളിപ്പറക്കലായിട്ട് ചിലപ്പോൾ തോന്നും, ഒരു നിറ്റ്പിക്കിംഗ് ആയിട്ട് തോന്നും. പക്ഷെ നിറ്റ്പിക്കിംഗ് ആയിട്ട് തോന്നുന്നത് നമുക്ക് അത് ആ പടത്തിനെ കുറിച്ച് അത്രയും പറയാനുള്ളതായിരുന്നു. അപ്പോൾ പടം ഓവറോൾ ഒരു നല്ല പടമായിട്ടാണ് അപ്പോൾ അവിടെ നമ്മൾ ഇരുന്ന് കണ്ടത്. എനിക്ക് അതിനൊരു എന്റർടൈൻമെന്റ് സിനിമയായിട്ടാണ് തോന്നുന്നത്. ഇപ്പോൾ ലാലേട്ടൻ ഫാൻ ആയതുകൊണ്ടും എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. ബാക്കിയുള്ളവർക്ക് അത് തന്നെ ആവണമെന്നൊരു നിർബന്ധമില്ല. ഇത് നമുക്ക് അങ്ങനെയാണ് കണ്ടത് തോന്നിയത്. അപ്പോൾ ഈ സിനിമയെക്കുറിച്ച് കേട്ടിട്ടുള്ളതും പറഞ്ഞതുമായിട്ടുള്ള അഭിപ്രായങ്ങളെല്ലാം കൂടി കൂട്ടിക്കുഴച്ചിട്ടുള്ള ഒരു ചർച്ചയാണ് ഞങ്ങൾ ഇന്ന് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് ഹാഫ് ഇത്തിരി ലാഗാണെന്ന് തോന്നിയതുണ്ട്. ഫസ്റ്റ് ഹാഫിൽ പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ പറയാൻ കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഈ പടത്തിന്റെ പ്രോമോ കണ്ടവർ തന്നെ അറിയാം, 36 ക്യാരക്ടർ പ്രോമോ ചെയ്തു. ഈ 36 ക്യാരക്ടേഴ്സ് പഴയതും പുതിയതായിട്ടുള്ളവരെ കാണിക്കുന്നതിലും പിന്നെ അതിന്റെ ഈ സിനിമയിൽ പറയുന്ന എമൗണ്ട് ഓഫ് ഒരുപാട് കഥ പറയുന്നുണ്ട് ഈ സിനിമ. ഈ കഥകളെല്ലാം ഇത് ഈ സിനിമയിൽ തന്നെ പറയണമായിരുന്നോ എന്നുള്ളതാണ് ഒരു ചോദ്യം. ഇപ്പൊ ഈ 3 മണിക്കൂർ വരുമ്പോൾ അതൊക്കെ ഒരു ചോദ്യമായിട്ട് മാറും. ഇപ്പോൾ ഇതിനകത്ത് സ്പോയിലേഴ്സ് പറയുകയാണെങ്കിൽ സയ്യിദിന്റെ ബാക്ക് സ്റ്റോറി പറയുന്നുണ്ട്, ഖുറേഷി എബ്രഹാമിന്റെ ഇന്റർനാഷണൽ റിലേഷൻഷിപ്പ് പറയുന്നുണ്ട്, ജതിൻ രാംദാസിന്റെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്, ഇതൊക്കെ പറയുന്നുണ്ട്. ഇതിനിടയ്ക്ക് കുറച്ച് നാഷണൽ ആയിട്ടുള്ള ഇഷ്യൂസും പറയുന്നുണ്ട്. ഇതൊക്കെ ഒരുമിച്ച് പറയാൻ ശ്രമിച്ചത് കാരണം ആണ് ഈ പടം 3 മണിക്കൂർ ആയെന്നാണ് എന്റെ ഒരു ഇത്. അതെ, എനിക്ക് തോന്നിയത് ലോഡഡ് വിത്ത് സോ മെനി ഡീറ്റെയിൽസ്, ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്, പഴയതും പുതിയതായിട്ട് ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. പിന്നെ ഒരുപാട് കഥ പല ആംഗിളിൽ നിന്ന് കഥ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ അതെല്ലാം കൂടി ചെല്ലുമ്പോൾ വലിയൊരു കഥയായിപ്പോയി. അതാണ് 3 മണിക്കൂർ വന്നത്. ഇപ്പൊ ഈ പുതിയ കട്ട് വരുന്നു, 17 പുതിയ കട്ട് വരുന്നു എന്ന് പറഞ്ഞു കേട്ടു. അപ്പൊ ഈ 17 കട്ട് വരുമ്പോൾ ചിലപ്പോ ഈ കഥ കുറച്ചുകൂടി ലോപിച്ച് അതിന്റെ ഒരു ശരിക്കുള്ള രൂപത്തിലേക്ക് എത്തുമായിരിക്കും. ആദ്യത്തെ 10-20 മിനിറ്റ് ഈ സയ്യിദിന്റെ ബാക്ക് സ്റ്റോറി പറയുന്നത് ഭയങ്കര ബ്രൂട്ടലായിട്ടാണ് അതിന്റെ സ്റ്റോറി പറയുന്നത്. അതിനൊരു കാരണം ഉണ്ടാവും അത് പറയാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞങ്ങൾക്ക് അത് വളരെ എന്താ പറയാ വയലൻസ് അത്രയും പറയേണ്ട കുറച്ച് ലെങ്തി ആയിരുന്നു അല്ലേ? അതിനെക്കാട്ടും ചെറുതാക്കി ഒരു ക്രിസ്പായിട്ട് പറയായിരുന്നു. അത് ക്രിസ്പായിട്ട് പറയുന്നു. പിന്നെ അഭിഷേക് എന്ന് പറഞ്ഞ നടന്റെ ആ വില്ലനിസം കാണിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും കാണിക്കേണ്ട ഭയങ്കര ബ്രൂട്ടലായിട്ട് കാണിച്ചു. എനിക്ക് തോന്നുന്നു അതിൽ നിന്നൊക്കെയാണ് കുറച്ച് സീൻസ് ഇപ്പം മുറിച്ച് കളയാൻ പോകുന്നത്. അപ്പോൾ അതില് ഇവരെ സേവ് ചെയ്യുന്ന ഹിന്ദു യുവതിയുടെ വനിതയുടെ കൊലപാതകം, അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പ്രഗ്നന്റ് ലേഡീനെ ഉപദ്രവിക്കുന്ന സീന്, അതൊക്കെയാണ് ഇപ്പൊ വെട്ടിക്കളയാൻ പോകുന്നതെന്നാണ് ഇപ്പൊ കേട്ടത്. അതൊക്കെ എടുത്ത് കളയുമ്പോൾ ചിലപ്പോൾ ഇതിന്റെ ബ്രൂട്ടാലിറ്റി നമുക്കൊന്ന് കുറഞ്ഞ് തോന്നുമായിരിക്കും. പക്ഷെ അത് ഹൗ ഇറ്റ് വിൽ അഫക്ട് ദ മൂവി എന്നുള്ളത് കണ്ടാൽ തന്നെ അറിയുള്ളൂ. രണ്ടാമത് നമ്മൾ ചിലപ്പോൾ ഇത്
ലോപിച്ച് വരുമ്പോ കണ്ടാൽ എങ്ങനെ അല്ല അത് ശരിക്കും ബ്രൂട്ടൽ ആയിട്ടുള്ള ഫിലിംസ് ഇറങ്ങുന്നുണ്ട്, പക്ഷെ നമ്മുടെ ഒപ്പീനിയൻ ആണ് കേട്ടോ അത്. കട്ട് ചെയ്യണം എന്നല്ല പറയണത്, പക്ഷെ അല്ല അത് കട്ട് ചെയ്യുന്നുണ്ട് ഓൾറെഡി. കട്ട് ചെയ്യണ്ട്, എന്നാലും അത്രയും വേണ്ടായിരുന്നു എന്ന് തോന്നി. ഫാമിലി ഓഡിയൻസിനല്ലേ കാണാൻ പോണത്. ഫാമിലി ഓഡിയൻസിന് അത്രയും ഫാമിലി ഓഡിയൻസിന് പോകാൻ പറ്റില്ല. 17+ ആണ്, എന്നാലും കുറച്ചുകൂടെ ക്രിസ്പ് ആക്കായിരുന്നു തോന്നി. അത് മേ ബി അത് സിനിമയുടെ വില്ലനിസം കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ഇപ്പൊ ഇതിന് നാട്ടിലെ കഥയിലോട്ട് വരുമ്പോ സ്റ്റീഫൻ നാട് വിട്ടു പോയി, പിന്നെ ജതിന്റെ ഇവല്യൂഷനാണ് കാണിക്കുന്നത്. ജതിൽ എങ്ങനെ 5 വർഷം കഴിയുമ്പോൾ ജതിൻ നാട്ടിനെ കുട്ടിച്ചോറാക്കി എന്നാണ് പറയുന്നത്. അപ്പൊ അതിലെനിക്കൊരു ഭയങ്കര കല്ലുകടി തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് അതിൽ ജതിൻ ഇങ്ങനെ പറയുന്നുണ്ട്, അച്ഛനെ ഞാൻ വെറുക്കുന്നിടത്തോളം അച്ഛൻ എന്നെയും വെറുത്തിരുന്നു. അപ്പൊ ഇതിനെ കുറിച്ച് ഒരു കണിക പോലും ലൂസിഫറിൽ നമുക്ക് അതിനെ കുറിച്ച് ഒരു കണിക പോലും പറയുന്നില്ല. എന്നാൽ ജതിന് അച്ഛനുമായിട്ട് എന്തെങ്കിലും ഇതുണ്ടായിരുന്നോ അങ്ങനെ ഒരു ഡയലോഗിൽ പോലും അത് പറയുന്നില്ല. അതിപ്പോ രണ്ടാമത്തെ കഥയിൽ ജതിന്റെ സ്റ്റോറി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി എഴുതി ചേർത്ത പോലെ ഒരു ഫീലിംഗ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അച്ഛന്റെ കെയർ ഓഫിലാണ് പൊളിറ്റിക്സിലേക്ക് അച്ഛന്റെ കെയർ ഓഫിൽ പൊളിറ്റിക്സ് വന്നിട്ട് പിന്നെ അച്ഛനുമായിട്ട് എനിക്കൊരു ബന്ധമില്ല എന്ന ടൈപ്പിൽ ദേഷ്യം ഉണ്ടായിരുന്നു. ശരിയാണ്, ആ ക്രിമേഷന്റെ സമയത്ത് വന്നിട്ടുണ്ടായില്ല. എനിക്ക് തോന്നിയത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റോറിയിൽ ജതിന്റെ ഡെവലപ്മെന്റ് എങ്ങനെ വരണം എന്ന് ആലോചിച്ചപ്പോ ഒരു പോയിന്റ് അങ്ങനെ ഒരു അല്ല അതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, അപ്പൊ അവിടെ നിന്ന് തുടങ്ങാം എന്നുള്ള ടൈപ്പിൽ പറഞ്ഞ പോലെ തോന്നി എനിക്ക്. അല്ലെങ്കിൽ ആദ്യമേ തന്നെ 3 ഫിലിംസിന്റെ കഥ എഴുതി വെച്ചിട്ടുണ്ടായല്ലോ. അല്ല 3 ഫിലിമിന്റെ കഥ പറഞ്ഞപ്പോ അതിൽ ഒരു റെഫറൻസ് ആയിട്ട് ലൂസിഫറിൽ ഇതിനെ കുറിച്ച് പറഞ്ഞാൽ മതിയായിരുന്നു. അത് വേണമെങ്കിൽ എഴുതാമായിരുന്നു. അതൊരു മിസ്റ്റേക്ക് അല്ല, നമുക്കിങ്ങനെ എല്ലാം കുത്തിപ്പറിച്ച് നോക്കുമ്പോൾ ഉള്ള ഒരു പ്രശ്നമുള്ളൂ. ഈ ഒരു ഡിസ്കഷൻസ് ഒക്കെ വന്നിരുന്നു നമ്മള്. ഈ ഡിസ്കഷനൊക്കെ നമ്മള് വർത്താനം പറഞ്ഞപ്പോ തോന്നി, അപ്പൊ പിന്നെ അങ്ങനെ പറഞ്ഞെന്ന് മാത്രം. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ പഴയ ക്യാരക്ടേഴ്സിനെ കൊണ്ടുവന്നതിലും ഈ പറഞ്ഞ പോലെ പല ക്യാരക്ടേഴ്സിനും പണ്ടത്തെ റോളില്ല. അപ്പൊ നൈല ഉഷയ്ക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൂടി ചേർത്ത് 2-3 ഡയലോഗാണ് സിനിമയിൽ. ആദ്യത്തെ പാട്ടിലുള്ളതിന്റെ ഒരു അതിലുള്ളത് കൊണ്ട് മാത്രം വന്നു എന്നുള്ളതല്ലേ. സാനിയ അയ്യപ്പന് ആകെ 2 ഡയലോഗുള്ളൂ. പിന്നെയും എല്ലാവരും TV കണ്ടുകൊണ്ടിരിക്കുന്ന 3-4 സീനാണ് ആകെ കട്ട് ചെയ്യാതെ വന്നിട്ടുള്ളത്. ഇനിയിപ്പോ കട്ട് ചെയ്ത് കഴിയുമ്പോ അതുണ്ടാവുമെന്ന് അറിയില്ല. അങ്ങനെ അതൊന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. പക്ഷെ അതൊക്കെയാണ് മെയിനായിട്ട് വ്യത്യാസമായിട്ട് തോന്നി. കാരണം അതൊന്നും ഇവർക്കൊന്നും വലിയ റോളില്ല. പിന്നെ ഫസ്റ്റ് പാർട്ടിൽ ഉണ്ടായിരുന്നു, അവരുടെ കണ്ടിന്യൂറ്റിക്ക് വേണ്ടി രണ്ടാമത്തെ പാർട്ടിലുണ്ട് എന്ന് പറയുന്ന പോലെ പറയാം. ഇനിയിപ്പോ സാനിയ അയ്യപ്പൻ അതിനകത്ത് പറയുന്നുണ്ട്, സാനിയ അയ്യപ്പന് കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന്. ഇനി അത് അവള് പുറത്തോട്ട് പോകുമ്പോ ഇന്റർനാഷണൽ ഗ്യാങ്ങുകൾ അവളെ ടാർഗറ്റ് ചെയ്യുമോ എന്നുള്ളത് അടുത്ത സിനിമയിൽ കാണാവുന്ന ഒരു ത്രെഡാങ്കിളാണ്. അതൊരു പോസിബിൾ വേ ഫോർവേഡ് പ്രിയദർശിനി രാംദാസിനെ ഫൈറ്റ് ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇതാണ്. അപ്പൊ പ്രിയദർശിനി രാംദാസിനെ പറ്റി പറയുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു മോഹൻലാൽ കഴിഞ്ഞിട്ട് സെക്കൻഡ്. എല്ലാവർക്കും ഞാൻ സംസാരിച്ച അവർക്കൊക്കെ കുറെ പേർക്ക് ഇഷ്ടമായിട്ടുണ്ട് പ്രിയദർശിനി രാംദാസിന്റെ ക്യാരക്ടർ ഡെവലപ്മെന്റ്. നന്നായിട്ടുണ്ടായിരുന്നു. മഞ്ജു വാര്യർ സൂപ്പർ. എനിക്കതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ക്യാരക്ടർ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോ മറ്റു പല റിവ്യൂ കണ്ടപ്പോ അത് ഭയങ്കര മോശമായിരുന്നു എന്ന് കണ്ടു. എനിക്ക് ആ അഭിപ്രായമില്ല, അത് ഭയങ്കര മോശമായിട്ട് തോന്നിയില്ല. അത് ചിലപ്പോ മോഹൻലാലിനെതിരെ വേറൊരു ക്യാരക്ടർ ഇതിൽ വളരെ വലുതായിട്ട് ബിൽഡ് ആയെന്നുണ്ടെങ്കിൽ അത് മഞ്ജു വാര്യരാണ്. ഗ്രേസ് എന്ത് രസമായിരുന്നു പുള്ളിക്കാരി, ആ സ്ക്രീനിൽ കാണാൻ എന്തൊരു ഭംഗിയാന്ന് കാണാൻ. അപ്പൊ അത് ചിലപ്പോ കുഴപ്പമില്ലാതെ മാനേജ് ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് എന്ത് തോന്നിയത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ സെക്കൻഡ് ഹാഫിൽ ഈ മഞ്ജു വാര്യർ ഭയങ്കരമായിട്ട് കത്തി കയറുന്നുണ്ട്. അപ്പൊ ഈ കത്തി കയറാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു ഡൗൺ പ്ലേമെന്റ് ഉണ്ടായിരുന്നു പല അഭിപ്രായമുണ്ട്. എനിക്കും തോന്നി. കാരണം മഞ്ജു വാര്യർ ആദ്യം കാണിക്കുമ്പോൾ വളരെ ഫീബിൾ ആയിട്ട് ഒരു വോയിസ് ആണ് ഫസ്റ്റ് ഹാഫിൽ നമുക്ക് കാണാം. കോൺഫിഡൻസ് ഇല്ലാതെ പറയുമ്പോൾ ഇങ്ങനെ തട്ടി തടറി വർത്താനം പറയുന്ന മഞ്ജു വാര്യർ സെക്കൻഡ് ഹാഫ് എത്തുമ്പോൾ ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. എനിക്കൊന്നറിയോ മറ്റേ മഞ്ജു വാര്യരുടെ രണ്ടാം വരവിൽ ഒരു പടം ഉണ്ടായിരുന്നില്ല, തുടക്കത്തിൽ ഒരു വരം ഉണ്ടായിരുന്നില്ല, അതെന്തായിരുന്നു കൃഷിയെ കുറിച്ച് പറഞ്ഞിട്ടുള്ള 36 ഹൗ ഓൾഡ് ആർ യു ആ ഒരു അവള് സ്റ്റേജിലോട്ട് കയറി വരുമ്പോ അവക്കൊരു പരിഭ്രമമൊക്കെ നമ്മൾ കാണും. എന്നിട്ട് പിന്നെ ആ സ്റ്റേജിൽ കയറിയുന്ന ഭയങ്കര ഒരു കസർത്തില്ലേ, അതൊരൊറ്റ സീനില് അവളിങ്ങനെ സ്ലോയിന്ന് മുകളിലോട്ട് കയറി പോകുന്നതായിട്ടാണ്. ഇത് ആദ്യത്തെ ഹാഫില് ഭയങ്കര മൈൽഡായിട്ടും വളരെ സോഫ്റ്റ് ആയിട്ടും കുടുംബത്തിനെതിരെ നിൽക്കാൻ താല്പര്യമില്ലാത്ത. പക്ഷെ അതൊരു പോസിബിലിറ്റി ആണ്. കാരണം എന്താന്ന് വെച്ചാ ഇപ്പൊ ഹസ്ബൻഡിന് സെക്കൻഡ് മാരേജില് പുള്ളിക്കാരി എടുത്ത രണ്ടാമത്തെ ഡിസിഷൻ തെറ്റായി. വിമൽ നായർ എന്ന് പറഞ്ഞ ഡിസിഷൻ തെറ്റായിരുന്നു.
അയാളുടെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സ്റ്റീഫൻ നെടുമ്പള്ളി പോലെ ഒരാളുടെ അടുത്ത് പോണ്ടി വന്നു. അതും അവള് ആജീവനാന്തം വെറുതെ. അതും അച്ഛൻ ഒപ്പോസ് ചെയ്തിട്ടാണ് അവളെ കല്യാണം കഴിച്ചത്. അപ്പൊ അതിന്റെ അപ്പൊ ആ ഡിസിഷൻ മേക്കിങ്ങിൽ അവളുടെ ഡിസിഷൻസ് തെറ്റായിരുന്നു എന്നുള്ള തോന്നലോ, പിന്നെ മകൾക്കുണ്ടായ അറ്റാക്കിന്റെ ഒരു ഇതൊക്കെ ഒരു ബാക്കിപത്രമായിട്ടായോ അങ്ങനെ ആവാൻ കൺസിഡർ ചെയ്തിരുന്നത്. അപ്പൊ അതിനെ കുറിച്ച് ഇങ്ങനെ ചികഞ്ഞു നോക്കുകയാണെങ്കിൽ അതിന് പല കാര്യങ്ങള് മുരളി ഗോപിക്കും പൃഥ്വിരാജിനും പറയാനും ഉണ്ടാവും. പക്ഷെ ആദ്യമേ തന്നെ അവള് ബോൾഡ് ആയിട്ട് വരുമ്പോ ആൾക്കാർക്ക് തോന്നും ഇതെന്താ. അല്ല, ആദ്യമേ അവള് ബോൾഡ് ആയിട്ട് കാണിക്കുന്നില്ല. ചെറിയ നുവാൻസസ് ഓഫ് ബോൾഡ്നെസ് ഉണ്ട്. കാരണം ജതിൻ വന്ന് ഇങ്ങനെ അങ്ങനെയാണെന്നൊക്കെ പറയുമ്പോ അവള് എതിർക്കുന്നില്ല ആദ്യം. ഫസ്റ്റ് ഹാഫിൽ ഇങ്ങനെ മൈൽഡ് ആയിട്ട് പ്ലേ ചെയ്ത് സെക്കൻഡ് ഹാഫിലുള്ള ഒരു പെട്ടെന്നൊരു ഞെട്ടി വരവുണ്ടല്ലോ. അപ്പൊ അത് എന്താ പറയാ, ചിലർക്ക് ദഹിച്ചിട്ടില്ല. പക്ഷെ കണ്ട കുറെ സ്ത്രീകള് ഭാര്യ അടക്കം നല്ല അഭിപ്രായമാണ്. അത് വളരെ ശക്തമായ ഒരു റോള് പുള്ളിക്കാരി പ്രസന്റ് ചെയ്തെന്നൊക്കെ അവർക്ക് അഭിപ്രായമുണ്ട്. എനിക്ക് അങ്ങനെ അത്ര അഭിപ്രായം ഇല്ല. പിന്നെ കുഴപ്പമില്ല, അത് പുള്ളിക്കാരുടെ സെക്കൻഡ് ഹാഫ് നന്നായിരുന്നു. പക്ഷെ ഫസ്റ്റ് ഹാഫിലുള്ള ഒരു മൈൽഡ്നെസ് മേ ബി അത് ഈ പറഞ്ഞ പോലെ ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ വിമൽ നായരിന്റെ ബോബിയുടെ ഉള്ളൊരു ഇന്ററാക്ഷൻസിന്റെ ബാക്കി പത്രമായിട്ട് നമുക്ക് വേണമെങ്കിൽ കണക്ക് കൂട്ടാം. അതെ, ലൈഫിലുണ്ടായ ഒരു ഡിസാസ്റ്റർ അത് കാരണം ഇനി ഞാൻ ചെയ്യുന്നതെല്ലാം ശരിയാണോ തെറ്റാണോ എന്ന് അറിയാതെ നിൽക്കുന്ന ഒരു അവസ്ഥയാണോ, അങ്ങനെ വേണമെങ്കിൽ നമുക്കതിനെ ന്യായീകരിക്കാം അല്ലെ, അങ്ങനെ പറയാം. പിന്നെ അതില് പിന്നെ മാത്രമല്ല സെക്കൻഡ് ഹാഫില് ഈ ബൈജു പുള്ളിക്കാരിക്ക് ഒരു എന്താ പറയാ ഒരു ബൂസ്റ്റ് കൊടുക്കുന്ന പോലെ 3 കാര്യങ്ങൾ ഗൂസ് ബംസ് വരുത്താൻ വേണ്ടിയുള്ളൊരു അത് ചിലർക്ക് അത് കുഴപ്പമില്ലാതെ തോന്നിയെങ്കിലും എനിക്ക് വളരെ എന്താ ഏച്ച് കിട്ടി. ബൈജു പറയുന്നത് ബൈജുന്റെ ഡെലിവറി ഒക്കെ അടിപൊളിയാണ്. പക്ഷെ എന്താ പറഞ്ഞാ അത് കുറച്ചുകൂടി സബ്റ്റിലായിട്ട് പ്ലേ ചെയ്യാന്ന് എനിക്ക് തോന്നി. അവസാനം രോമാഞ്ചം എന്നൊക്കെ ആ മറ്റേ കൂടെ നിൽക്കുന്ന പയ്യൻ പറയുന്നതൊക്കെ ഇച്ചിരി ഓവറായി പോയി. അത് അത്രയും നമ്മൾ വേണ്ട, മലയാളികൾക്ക് അതിന്റെ ആവശ്യമില്ല. പിന്നെ അതൊരു പാൻ ഇന്ത്യൻ സിനിമയായിട്ട് കൺസിഡർ ചെയ്താണ് അത് എടുത്തെങ്കിൽ ക്ഷമിച്ചു വിടാന്നല്ലാതെ മലയാളിയെ കൊണ്ട് ദഹിക്കണമെന്നില്ല. പ്രിയദർശൻ രാമദാസിന്റെ പിന്നെ രണ്ടാമത്തെ ഹാഫില് പുള്ളിക്കാരി ഒരു ഈ പറഞ്ഞ പോലെ ത്രിവർണ്ണ പതാകയുള്ള ഒരു സാരി, ത്രിവർണ്ണ പതാക എന്ന് പറയാൻ പറ്റില്ല, ഈ IUFന്റെ കളറുള്ള ഒരു വെള്ളയില് ഈ കരയുള്ള സാരിയൊക്കെ എടുത്ത് വരുന്നുണ്ട്. ആ കോസ്റ്റ്യൂം ചേഞ്ച് ആരുടെ ഡിസിഷനാണെന്ന് എനിക്കറിയില്ല. പക്ഷെ അത് അങ്ങോട്ട് പിടിച്ചില്ല, എനിക്ക് അങ്ങോട്ട് പിടിച്ചില്ല. ബാക്കിയുള്ളവർക്ക് എന്താവുന്നുള്ളത് കണ്ടവർക്കറിയാം. അത് റിയൽ ലൈഫിൽ സംഭവിച്ച ട്രെയിൻ പോകണം, ട്രെയിനിന്റെ ശബ്ദം അവിടുത്തെ കൂടുതലാണ്. ബാംഗ്ലൂരിൽ നടന്ന സംഭവം ഞങ്ങളിവിടെ തൃശ്ശൂരിൽ നിന്നാണ് വിവരിക്കുന്നത്. അതിന്റെ ഒരു വ്യത്യാസം ഉണ്ടാവും. അപ്പോ ഇത് റിയൽ ലൈഫിൽ നടന്ന കാര്യങ്ങളായത് കാരണം നമ്മൾ അങ്ങനെയും വിചാരിക്കാം. റിയൽ ലൈഫ് പൊളിറ്റിക്സിൽ നടന്നിട്ടുള്ള കാര്യങ്ങളായിട്ട് ഇതിനെ കൺസിഡർ ചെയ്യാം. പക്ഷെ എന്താ പറയാ, പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ വേറൊരു കാര്യമുണ്ട്. ഇപ്പൊ അവൾ ആദ്യം വരണോ വരണ്ട എന്ന് പറഞ്ഞിരുന്ന ഒരു പരിപാടിയായിരുന്നു. മറ്റേ ആ പ്രതിഷേധത്തിന് പോണുണ്ട് എന്ന് പറഞ്ഞു നിന്നിട്ട് അവൻ വിളിച്ച് CM ആയിട്ട് ഞാൻ നിന്നോട് പോണ്ട എന്ന് പറയുമ്പോഴാണ് പുള്ളിക്കാരി എങ്കിൽ പിന്നെ ഞാൻ പോയിട്ട് ഇറങ്ങും എന്നുള്ളതുണ്ടല്ലോ. അതെനിക്ക് തോന്നുന്നത് ആ പുള്ളിക്കാരിയിൽ പണ്ടേ ഉണ്ടായിരുന്നു. ആ വിമൽ നായരുമായിട്ടുള്ള ഫൈറ്റില് പുള്ളിക്കാരി സ്ട്രോങ് ആയിട്ട് ഒരു നിലപാടെടുത്ത സമയത്താണ് സ്റ്റീഫനെ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ പുള്ളിക്കാരിക്ക് ഒരു സ്ട്രെങ്ത് വരാനുള്ള ഒരു ചാൻസ് ആയിട്ട് അവന്റെ ആ ഡയലോഗ് ഉപയോഗിക്കാം. ഞാൻ നിന്റെ ബ്രദറായിട്ടല്ല പറയുന്നത്, പീക്കാറിന്റെ മകനായിട്ടല്ല പറയുന്നത്, സംസ്ഥാനത്തിന് CM ആയിട്ടുള്ള പറയുന്നത് നീ പോവരുത് എന്ന് പറയുമ്പോ അങ്ങനെ ഒരു ഓർഡർ ആണെങ്കിൽ പിന്നെ മേനകാന്തിന്റെ ഓർഡറാ എന്നുള്ള ടൈപ്പിലുള്ളൊരു ഇതാണ് അതിനകത്ത് കണ്ടിട്ടുള്ളത്. അപ്പൊ അത് കുഴപ്പമില്ല. അങ്ങനെയാണ് അവര് ആ സ്ട്രെങ്ത് വളർന്നു വന്നത് എന്ന് നമുക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം. പിന്നെ വേറൊരു കാര്യമുണ്ട്, സ്റ്റീഫൻ നെടുമ്പള്ളി തിരിച്ചു വന്നിട്ടുള്ള അതിന്റെ ഒരു ബാക്ക് സപ്പോർട്ടിന്റെ ഒരു ബലമാണ് അവള് ആ സ്ട്രെങ്ത് കാണിക്കുന്നത്. ആ വണ്ടിയിൽ ഇരുന്ന് വരുന്നതിന്റെ ശക്തിയാണ് അവള് കാണിച്ചത് എന്ന് വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. അതെ, ആ പ്രശ്നം കഴിഞ്ഞിട്ടല്ലേ, ആ ഫൈറ്റ് കഴിഞ്ഞിട്ടല്ലേ, ആ ഫൈറ്റ് കഴിഞ്ഞിട്ടാണ് വരുന്നത്. സ്റ്റീഫൻ ജീവിച്ചിരിക്കുന്നുണ്ട്, സ്റ്റീഫന്റെ ബാക്കിംഗ് ഉണ്ട് എന്നറിയാവുന്നതാവാം ഇവളുടെ ശക്തിയുടെ കേന്ദ്രം. അതുകൊണ്ട് അങ്ങനെ നമുക്ക് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. പക്ഷെ ആ ഫൈറ്റ് സൂപ്പർ ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതിനെ പറ്റി പറയാനുണ്ട്, അത് കുറച്ച് പറയാനുണ്ട്. ഇതിപ്പോ നമ്മൾ പ്രിയദർശിനി രാമദാസിനെ കുറിച്ച് പറഞ്ഞു പോയത് കാരണം ഇത് ഈ പടത്തിൽ പറഞ്ഞ പോലെ എന്താ പറയാ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. പിന്നെ ഇനിയിപ്പോ നമ്മള് സയ്യിദ് മസൂദിന്റെ കഥ പറഞ്ഞപ്പോ ഒരു കാര്യമുണ്ട്. അതിനു മുമ്പ് ആ ഫൈറ്റിനെ പറ്റി പറയാന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ നമ്മൾ ഫൈറ്റുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോ ഫൈറ്റിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ മെയിനായിട്ട് പറയാവുന്നത് ഈ സെക്കൻഡ് ഹാഫിലല്ലേ കാട്ടി വെച്ചിട്ട്
ഉണ്ടാവുന്ന ഒരു ഫൈറ്റാണ്. മോഹൻലാല് പ്രിയദർശിനി രാമദാസിനെ രക്ഷിക്കാൻ വേണ്ടി മോഹൻലാലിന്റെ കൂടെ വന്നിട്ടുള്ള സ്നൈപ്പറിന്റെ സെറ്റും കൂടി വന്നിറങ്ങിയിട്ട് കുറച്ചുപേരെ സ്നൈപ്പേഴ്സ് വെടിവെച്ച് കൊല്ലും. ബാക്കിയുള്ളവർ മോഹൻലാൽ ഒറ്റയ്ക്ക് കൈത്തരിപ്പ് തീർക്കാൻ വേണ്ടി അടിച്ചു തീർക്കും എന്ന് പറഞ്ഞ പോലെയുള്ള. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അതിന്റെ അല്ല ഷൂട്ടിങ്ങും ലൈറ്റിങ്ങും ആ ഇടിവെട്ടി മരത്തിന്റെ വെളിച്ചത്തിൽ മോഹൻലാൽ കാണിക്കുന്നത് അത് എനിക്ക് തോന്നുന്നത് ആ ട്രെയിലറിൽ ആ സീനുണ്ട്. അപ്പൊ ആ ഷൂട്ടിങ്ങില് ഫൈറ്റ് കാണിക്കുന്നതൊക്കെ എന്താ പറഞ്ഞ ആ സീനൊക്കെ കൊള്ളാം. എനിക്ക് പ്രീവിയസ് പ്രാവശ്യം യൂസ് ചെയ്ത അതേ മ്യൂസിക് ഇവിടെ യൂസ് ചെയ്തത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കടവുളെ പോലെ പാട്ട് അവിടെ റീയൂസ് ചെയ്തിട്ടുമുണ്ട്. അത് നന്നായിട്ടുണ്ടായിരുന്നു. അത് ചിലർക്ക് അതിനെക്കുറിച്ച് നല്ല അഭിപ്രായമുണ്ട്, ചിലർക്ക് അതിനെക്കുറിച്ച് ഇനിയൊരു ദീപക് ദേവ് എന്തുകൊണ്ട് പുതുതായിട്ടൊന്ന് ഇതിനേക്കാളും നന്നായിട്ട് ചെയ്തിട്ടില്ല എന്നുണ്ട്. അത് മ്യൂസിക്കിനെ കുറിച്ച് പറയാനാണെങ്കിൽ അത് വേറൊരു കഥ തന്നെ ഉണ്ട് പറയാൻ. പിന്നെ അപ്പൊ ആ ഫൈറ്റ് നല്ലതായിരുന്നു. അപ്പൊ എനിക്ക് ചിലപ്പോൾ തോന്നിയത് എന്താ വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ അത്രയും ഫൈറ്റ് നിങ്ങളുടെ ചെയ്തെടുക്കാൻ പറ്റുന്നില്ല. ചെയ്തെടുത്ത് ഈ അങ്ങനെ ഫലിപ്പിക്കാൻ ഇത്തിരി പാടുണ്ടെന്ന് തോന്നി എനിക്ക്. മോഹൻലാലിന് എനിക്ക് അത് തോന്നിയൊന്നുമില്ല, നന്നായിട്ടുണ്ടായിരുന്നു. അതാണ് പല അഭിപ്രായങ്ങളുണ്ടാവും. കാരണം ഒരു സിനിമയാകുമ്പോൾ പല അഭിപ്രായങ്ങളുണ്ടാവും. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ശരിക്കും പറഞ്ഞാൽ ആ പടത്തില് ശരിക്കും പറഞ്ഞാൽ അപ്പൊ കാണുമ്പോ ശരിക്കും ഭയങ്കരമായിട്ട് സന്തോഷം തോന്നിയ ഒരു ഫൈറ്റ് ആയിരുന്നു അത്. മനസ്സിലായില്ലേ? ഇപ്പൊ ഞാനിത് രണ്ടാമതിരുന്ന് പറയുമ്പോ നുള്ളി പറക്കുന്നുണ്ടെങ്കിലും ആ സിനിമയിൽ അപ്പൊ ഇരുന്ന് കാണുമ്പോ ഭയങ്കര രസമായിട്ട് തോന്നിയ ഒരു ഫൈറ്റ് തന്നെയായിരുന്നു അത്. പക്ഷെ 2 സ്ഥലത്ത് ആ എല്ല് വന്നത് എനിക്ക് ഒരു സ്ഥലത്ത് മതിയായിരുന്നു. ആദ്യം ഈ ഒരു പള്ളിയിലുണ്ടാവുന്ന ഫൈറ്റ് അല്ല, പള്ളിയിലുണ്ടാവുന്ന കുരിശ് ഒടിഞ്ഞു വീണ്, അത് കുരിശൊടിഞ്ഞു വീണിട്ട് അതിന്റെ 2 കാല് ഒടിഞ്ഞു. അതിന്റെ ഒരു കാല് പണ്ടേ ഒടിഞ്ഞിരുന്നു, ഒരു കാല് വീണപ്പൊടിഞ്ഞ് അതൊരു എല്ലായി. ഞാൻ സമ്മതിച്ചു. എമ്പുരാൻ എന്ന് പറയാൻ വേണ്ടിയിട്ടും ലൂസിഫർ എന്ന് പറയാൻ വേണ്ടിയിട്ടും അതൊരു ബിഗിനിങ് ഒക്കെ എടുത്തത് എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഈ മരം കത്തിയിട്ട് മരത്തിന്റെ ഒരു കൊമ്പ് വീണത് കറക്റ്റായിട്ട്, അല്ലെങ്കിൽ അത് മാത്രം മതിയായിരുന്നു. ഈ മരത്തിന്റെ കമ്പ് വീണത് ഒരു സിനിമയിൽ തന്നെ 2 പ്രാവശ്യം ഇത് യാദൃശ്ചികമായി എല്ല് വീണു എന്ന് പറയുന്നത് യാദൃശ്ചികത്തിന്റെ വൺസ് ഇറ്റ് ഇസ് എ കോയിൻസിഡൻസ്, ട്വൈസ് ഇറ്റ് ഇസ് നോട്ട് എ കോയിൻസിഡൻസ്, ഇറ്റ്സ് ആൻ ആക്സിഡന്റ് എന്ന് പറഞ്ഞ പോലെയാണ്. ഇപ്പൊ രണ്ടാമത്തെ പ്രാവശ്യം ആ എല്ല് വീണത് ആ സീന് അത് നന്നായിട്ട് ഇമ്പാക്ട് ഉണ്ടെങ്കിലും ഇപ്പൊ നമ്മളൊരു സിനിമയുടെ മുഴുവനായിട്ട് എടുക്കുമ്പോൾ 2 പ്രാവശ്യം ഓരോ സ്ഥലത്തുനിന്ന് ഓരോ സാധനം താഴെ വീഴുമ്പോ എല്ല് പൊലിപ്പിക്കും. എഴുതിയതാണല്ലോ, ഈ പടത്തിൽ എഴുതി ചേർത്തതാണ്, അല്ലെങ്കിൽ ഈ പടത്തിൽ ഡയറക്ട് ചെയ്ത് വന്നപ്പോ ഉണ്ടാകുന്ന സീനായത് കാരണം പറഞ്ഞു മാത്രം. അപ്പൊ ആ ഫൈറ്റ് ഈ പറഞ്ഞ പോലെ ആ ഫൈറ്റ് നൈറ്റിൽ ഷൂട്ട് ചെയ്തു, ഇരുട്ടത്ത് ഷൂട്ട് ചെയ്തു. ആ മരത്തിന്റെ വെളിച്ചം മാത്രമേ ഉള്ളൂ എന്നുള്ള ഇതില് ഷൂട്ട് ചെയ്തതൊക്കെ നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിന്റെ ക്യാമറ ആംഗിളൊക്കെ കുറച്ച് നന്നായിട്ട്. ആ ഫൈറ്റ് നല്ലതായിരുന്നു. അവസാനത്തെ ഫൈറ്റിനെ കുറിച്ച് നമുക്ക് പറയാം, അത് പറയാനുണ്ട്. ബൈജുവിന്റെ റോളിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ബൈജു എപ്പോഴും ഒരു തഗ്ഗാണ്. ബൈജുവിനെ എല്ലായിടത്തും തഗ്ഗായി തന്നെ ഉപയോഗിച്ചിട്ടുമുണ്ട്. ബൈജുവിന്റെ അതിന് ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പോലെ ഒരു പാട്ട് ഈ IUFന്റെ വളർച്ചയും തളർച്ചയും കാണിക്കുന്ന ഒരു പാട്ടുമുണ്ട്. അതില് ബൈജു ആണ് ആക്ച്വലി പറഞ്ഞാൽ അതിൽ അഭിനയിക്കുന്നത്. അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ബൈജുവിന്റെ പല റിയാക്ഷൻസും ഭയങ്കര അടിപൊളിയാണ്. എന്താ പറഞ്ഞ സാധനം പറഞ്ഞു വരുമ്പോ ഇവരൊക്കെ എന്റെ മക്കളും ബാക്കിയുള്ളവരൊക്കെ എന്റെ മക്കളും, അതൊക്കെ നന്നായിട്ടുണ്ട്. ബൈജുവിന്റെ ഡെലിവറിയും ബൈജുവിന്റെ ആ ഡയലോഗിന്റെ കഴിവും എല്ലാം ആ സീനില് നന്നായിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ബൈജു പ്രിയദർശിനി രാമദാസിനെ പൊക്കിയ സീൻ ഇഷ്ടപ്പെട്ടവരും ഉണ്ട്, പക്ഷെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്കത് ഇഷ്ടപ്പെടാൻ മീൻസ് ലൈക്ക് അഭിനയം നല്ല ഇഷ്ടപ്പെടാനത്, പക്ഷെ അതൊരു കുറച്ച് എക്സാജറേഷൻ ആയി, കുറച്ച് എക്സ്പ്ലനേഷൻ കൂടിപ്പോയി. ഈ പടത്തിൽ നമുക്ക് ഇനി ഉറപ്പിക്കാൻ പറ്റും അവര് സാരിയും ഡ്രസ്സും കോസ്റ്റ്യൂം മാറും. ഇതൊക്കെ ഒരു പഞ്ച് ഡയലോഗിന് വേണ്ടി ഒരു കൊമേഴ്ഷ്യൽ മൂവി ആയിരിക്കുമ്പോ ചെയ്യുന്ന കുറെ കാര്യങ്ങളാണ്. അത്രേ ഉള്ളൂ. നമ്മൾ ഇതിനെ എന്താ പറയാ പിന്നീട് ആലോചിക്കുമ്പോൾ ഡിസ്കഷനിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഇതിനെ പറ്റി ആലോചിക്കുമ്പോ ഇതൊക്കെ എന്താ ഇങ്ങനെ അങ്ങനെ തോന്നും. അത്രേ ഉള്ളൂ. അതായത് ഇതൊക്കെ കൊമേഴ്ഷ്യൽ മൂവിയുടെ ഒരു പാട്ടാണ്, പാട്ടൻ പാഴ്സൽ. അതൊരു പിന്നെ ബൈജുവിന്റെ ഓവറോൾ എനിക്ക് തോന്നുന്ന സിനിമയിൽ നല്ല റോളുണ്ട്. പണ്ടത്തെക്കാളും മറ്റേതിനേക്കാളും നല്ല റോൾ ഇതിനകത്ത് വന്നിട്ടുമുണ്ട്. മഞ്ജു വാര്യർ നല്ല റോളായിരുന്നു. പക്ഷെ ഈ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് എക്സ്ട്രാ റോൾസ് അത്രയും ശക്തിയില്ലാതെ പോയിട്ടുണ്ട്. മേ ബി നെക്സ്റ്റ് മൂവിയിൽ വരുമ്പോ അതിന് ശക്തി ഉണ്ടാവും. അപ്പൊ അത് കണ്ടിന്യൂറ്റി ആയിട്ട് കൊണ്ടുവന്നതാണെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് അടുത്ത മൂവിയിൽ എങ്ങനെയായിരിക്കും. ഇത് 3 ഭാഗമായിട്ട് കണ്ടാലേ നമുക്ക് അതിന്റെ ഫുള്ളായിട്ടുള്ള ഇത് പറയാൻ പറ്റില്ല. പല കാര്യങ്ങളും പറഞ്ഞും പറയാതെയും നിർത്തിയത്. ഇപ്പൊ ഇത് എനിക്കൊരു ഈ മൂവിയില് തോന്നിയൊരു ഇതാണ്. ചില സമയത്ത് പതിഞ്ഞു പറയേണ്ട കാര്യങ്ങൾ ഉറക്കെ പറയേണ്ട കാര്യങ്ങൾ. അപ്പൊ നമുക്ക് ആ സൈദിന്റെ കാര്യം പറയാം. ഇപ്പൊ സൈദിന്റെ കാര്യം അത് ഞങ്ങൾക്ക്
സയ്യിദ് മുഹമ്മദ് ബിൻ മസൂദ് അങ്ങനെ പറഞ്ഞ് ഇവൻ അവസാനം വില്ലനെ അവസാനം ഫൈറ്റ് ചെയ്യാം. ആ ഫൈറ്റ് സീനിനെ കുറിച്ച് പറഞ്ഞു വാങ്ങിയാലേ മനസ്സിലാവുള്ളൂ. അപ്പൊ അവസാനത്തെ ഫൈറ്റ് സീനിൽ വില്ലനോട് പറയാണ് ഈ പണ്ട് സയ്യിദിന്റെ വീട്ടുകാരെയൊക്കെ കൊന്ന് കോട്ടയിലോട്ട് വരാൻ. അപ്പൊ ആ കോട്ടയിലോട്ട് വരുമ്പോൾ ആ കോട്ടയിൽ നടന്ന എന്തോ അത്യാഹിതത്തിലെ ഭാഗമാണ് ഇതിൽ ആരും ഒരാളെന്ന്, അല്ലെങ്കിൽ ഖുറൈഷി അബ്രഹാം നാട്ടില് നടത്തുന്ന പ്രശ്നത്തിന് വേണ്ടി കൊല്ലാൻ വിളിച്ചു എന്നാണ് വില്ലനെ അറിയുള്ളൂ, നമ്മൾ വില്ലന്റെ സൈഡിൽ നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ. അപ്പൊ വില്ലൻ ചോദിക്കുന്നുണ്ട്, നീ എന്നെ തല്ല, നീ ആരാടാ എന്നുള്ളൊരു ചോദ്യം, നീ ആരാ തു കോനേബേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഉത്തരം പറയുന്നില്ല, ശരിക്കും പറയുന്നില്ല. ആക്ച്വലി പറഞ്ഞു നോക്കുകയാണെങ്കിൽ സിനിമയിൽ അതിനെ കുറിച്ച് ഉത്തരം പറയുന്നില്ല. അപ്പൊ എനിക്ക് തോന്നി, എനിക്ക് ആ സിനിമയിൽ അവിടെ നിന്ന് എനിക്ക് കണ്ടപ്പോ എനിക്ക് തോന്നി, അല്ല ഞാൻ പറഞ്ഞത് ഇത് എന്റെ പേര് സയ്യിദ് മുഹമ്മദ് ബിൻ മസൂദ് എന്ന് ഇവൻ പറയുന്നുണ്ട്. പക്ഷെ അത് വില്ലന് മനസ്സിലായ ഒരു ഇത് നമുക്ക് കാണിക്കുന്നില്ല. വില്ലൻ അത് ആരാണെന്ന് മനസ്സിലായിന്നോ, അതിന്റെ ഒരു അക്നോളജ്മെന്റ് വില്ലന്റെ സൈഡിൽ നിന്ന് ഒരു റിയലൈസേഷൻ കാണിക്കുന്നില്ല. ഇതിപ്പോ നമുക്ക് എന്താന്ന് വെച്ചാൽ ആ ദിവസം ആ വില്ലൻ കുറെ ആൾക്കാരെ കൊന്നു കാണും. ആ അത്യാഹിതം നടന്ന ദിവസം വില്ലൻ ഒരുപാട് ആളെ കൊന്നു, ഒരു ഗ്രാമം മുഴുവൻ നശിപ്പിച്ചിട്ടാണ് ഈ കോട്ടയെ വന്ന് എന്നുള്ളൊരു അല്ല. പക്ഷെ ആ ദിവസത്തെ കാര്യം തന്നെയാണോ കൂടി മനസ്സിലായോ നമുക്ക് അറിഞ്ഞൂടാ. കാരണം ഇതിന് മുമ്പത്തെ ദിവസം അല്ല, അതാണ് പറയുന്നത്. ഇപ്പൊ ഖുറൈഷി അബ്രഹാം ഒരു റാൻഡം ഇരുട്ടുള്ള വീട്ടിലേക്ക് വിളിച്ചു എന്നുള്ള ടൈപ്പിൽ വേണമെങ്കിൽ നമുക്ക് അതിനെ കാണാം. ഇപ്പൊ ഈ കോട്ടയം നടന്ന കാര്യങ്ങള് കാരണമാണ് ഇവിടേക്ക് എന്നെ വിളിപ്പിച്ചതെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി വില്ലൻ ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. വില്ലന് മനസ്സിലായോ ഇത് റീസൺ കൊണ്ടാണ് ഈ അടി കിട്ടുന്നത്. അത് കണ്ടപ്പോ എനിക്ക് തോന്നിയത് ഈ പറഞ്ഞ പോലെ അൽഫോൺസ് പുത്രന് പ്രേമം സിനിമയില് അവസാനം കുറെ അടി കിട്ടില്ലേ, നീയാളതിനാണ് പെട്രോളിന്റെ വില കൂട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നിവിൻ പോളിയും കൂട്ടരും കൂടി ഒന്ന് തല്ലില്ലേ. അപ്പൊ പറയില്ലേ, ചേട്ടന്മാർക്ക് ആളെ തെറ്റിന്നാണ് തോന്നണേ. ആ ടൈപ്പ് ഒരു എക്സ്പ്രഷൻ ആയിരുന്നു അഭിഷേക് ത്രിപതി തന്നെയല്ലേ അയാളുടെ പേര്, വില്ലന്റെ മനസ്സിലുണ്ടായിരുന്നത്. അപ്പൊ ഡയലോഗ് പറയായിരുന്നു വേണമെങ്കിൽ, എന്റെ അച്ഛൻ എന്റെ ഫാമിലി കൊന്നു അങ്ങനെ പറയണ്ട. അല്ലെങ്കിൽ വില്ലന്റെ സൈഡിൽ നിന്ന് ഇത് മനസ്സിലായി എന്നുള്ളൊരു റിഫ്ലക്ഷൻ മനസ്സിലായി, നീ അതായിരുന്നു എന്നുള്ളൊരു ഷോട്ട് തിരിച്ച് എക്സ്ട്രാ ആഡ് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നത് അതിന്റെ വ്യത്യാസം മനസ്സിൽ മാറിയേനെ. അത് അവിടെ ഇത്രയും കൂടി എനിക്ക് തോന്നുന്നത് ഉറക്കെ പറയണ്ടായിരുന്നു. ഈ പ്രിയദർശിനി രാമദാസിന്റെ കേസിൽ കുറച്ചുകൂടി പതുക്കെ പറഞ്ഞാലും ആൾക്കാർക്ക് മനസ്സിലാവുന്നത്, അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അത്രയും ഗൂസ് ബംസ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സീൻ, ആ വാവ് മൊമെന്റ്, അത് ആ ഒരു ആക്ടിങ്ങിലൂടെ ഗൂസ് ബംസ് വരുത്തണം. അല്ലാതെ അത് പറഞ്ഞു വന്നു ഇല്ലെന്നല്ല, പുള്ളിക്കാരി അഭിനയം ഭയങ്കര സൂപ്പർ ആയിരുന്നു, ഇല്ലെന്നല്ല. പക്ഷെ ആ 3 ഡയലോഗ് പറഞ്ഞ് കുറച്ചൊരു എക്സാജറേറ്റ് ചെയ്യണ്ടായിരുന്നു എനിക്ക് തോന്നി. അതിന് പകരം ഇവിടെ ഒരു ഡയലോഗ് വേണമെങ്കിൽ ആഡ് ചെയ്യായിരുന്നു. കാരണം എന്താ പറയാ, ഇത് അല്ലേ, ഇപ്പൊ നമ്മുടെ സയ്യിദിന്റെ വയലൻസിനെ കുറിച്ച്, സയ്യിദിന്റെ ഫാമിലിക്ക് നടന്ന വയലൻസ് കുറച്ചുകൂടി പതുക്കെ പറഞ്ഞെങ്കിലും ആൾക്കാർക്ക് മനസ്സിലായേനെ. മേ ബി അതിന്റെ ആദ്യമേ കാണിക്കുമ്പോ ഇമ്പാക്ട് കുറഞ്ഞു പോയല്ലോ എന്ന് ഉദ്ദേശിച്ചിട്ട് ഇത്രയും കഷ്ടപ്പെടുത്തിയാണ്, ക്രൂരനായിട്ടാണ് വില്ലനെ കാണിച്ചേക്കണത്. ഇത്രയും ടോർച്ചർ ചെയ്താണ് എന്റെ ഫാമിലിയെ കൊന്നത് എന്ന് പറയുമ്പോഴാണല്ലോ സയ്യിദിന് ഇത്രയും ദേഷ്യവും വന്നത്. പക്ഷെ സയ്യിദ് കൊല്ലണതിന് മുമ്പ് പറയണം ഇന്ന റീസൺ കൊണ്ടാണ് കൊന്നത്, അല്ലാതെ അല്ലെങ്കിൽ എന്താണ്. എനിക്ക് അങ്ങനെ തോന്നിയിട്ട് ആ വില്ലന് മനസ്സിലായോ എന്തിനാ കൊന്നേ, എന്തിനാ മരിച്ചെന്ന് മനസ്സിലായോ എന്നുള്ള, എന്തിനാ അതെ മരിച്ചെന്നുള്ള ഒരു സംശയം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ നന്നായി. അത് ആ ഫൈറ്റിന്റെ അതൊരു എക്സ്പ്ലനേഷൻ കൊടുക്കാതെ പോയത് എനിക്ക് അപ്പൊ ഇരുന്ന് ചിരി വന്നു എനിക്ക്. കാരണം ഈ അൽഫോൺസ് പുത്രന്റെ സീൻ ഓർമ്മ വന്നിട്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ചിരി വന്ന സമയത്ത്. പിന്നെ അവസാനത്തെ ഫൈറ്റോ അത് കഴിഞ്ഞും ബോംബെയില് ഇതിന്റെ ലെൽ 3യുടെ ഭാഗമായിട്ട് കാണിക്കാൻ വേണ്ടി ബോംബെയില് ഇവൻ ഖുറേഷിയുടെ സ്റ്റീഫൻ നെടുമ്പള്ളി ഖുറേഷി ആവുന്നതിന്റെ ഒരു ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് ബോംബെയിലെ സീനിൽ ഒരു ഫൈറ്റ് കാണിക്കുന്നുണ്ട്. ആ ഫൈറ്റ് ആക്ച്വലി ആവശ്യമില്ലായിരുന്നു, ഈ പടത്തിലെ ആവശ്യമില്ലായിരുന്നു. ഒന്നാമത് ഈ പടം 3 മണിക്കൂറല്ലോ നീളമുള്ളപ്പോൾ ആ സീൻ ആവശ്യമായിട്ട് തോന്നിയില്ല. അതിന്റെ ഒരു ഇങ്ങനെ എന്താ പറയാ മോണ്ടാജ് പോലെ കാണിച്ചു പോയാൽ മതിയായിരുന്നു. മോണ്ടാജ് എന്ന് പറഞ്ഞാൽ 4-5 പടം പടപടാന്ന് വന്നിട്ട് പോയിരുന്നെങ്കിലും ആൾക്കാർക്ക് അടുത്തതിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും എന്ന് നമുക്ക് കണ്ടു തീർക്കായിരുന്നു. ഇപ്പൊ നമ്മൾ കട്ടപ്പയില് ബാഹുബലിയില് ഒറ്റ കുത്ത് മാത്രമേ കാണിക്കുന്നുള്ളൂ, എന്ത് എങ്ങനെ ഒന്നും കാണിക്കുന്നില്ല. ടൈലന്റിന്റെ കാര്യം പറഞ്ഞ അത് ഈ ഒരു ഫൈറ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. മുംബൈ സ്ട്രീറ്റിൽ നടക്കുന്ന ഒരു ഫൈറ്റില് റാവുത്തറിന്റെ ആൾക്കാരെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി മോഹൻലാലിന്റെ പണ്ടത്തെ ഇങ്ങനത്തെ നീട്ടി വളർത്തിയുള്ള മുടിക്കെട്ടില് ഫൈറ്റ് ചെയ്തപ്പോ ഞാൻ ആദ്യം വിചാരിച്ചത് ഇനിയിപ്പോ മോഹൻലാലിനെ വെച്ച് DA ചെയ്ത് കാണിക്കാനാണെന്ന് വിചാരിച്ചത്. പക്ഷെ അവസാനം വന്നത് കണ്ടത് പ്രണവ് മോഹൻലാല്. എന്റെ മനസ്സിലൊരു ഉൾക്കിടലം അപ്പൊ കൊണ്ടു. അയ്യോ ഇത് പറയരുത്, ഇത് ഫാൻസിനുള്ള നമ്മുടെ അഭിപ്രായമായിട്ട് ഞാൻ പറയാം, എന്റെ അഭിപ്രായമായിട്ട് ഞാൻ പറയാണ്.
പറയാമോന്ന് അറിയില്ല, എന്നാലും നമ്മൾ പറയുക. അത് ഞാൻ പറയും. പ്രണവ് മോഹൻലാലിനെ കൊണ്ട് ഇനി ഖുറേഷി അബ്രഹാമിന്റെ ബാല്യകാലം കാണിക്കേണ്ടി വരും ഇങ്ങനെ കാണിച്ചാൽ. അത് അവർ കാണിക്കുകയാണെങ്കിൽ അത് എങ്ങനെ L3 അഫക്ട് ചെയ്യുന്നുള്ളതിനെ കുറിച്ച് എനിക്ക് ഭയങ്കര വലിയ ഈ ആശങ്കയാണ്. കാരണം ഇത് പറയണമെന്നുള്ളത് അല്ല, കാരണം ഞാനൊരു ഫാൻ ബോയ് ആണ്, മോഹൻലാൽ ഫാൻ ബോയ് ആണ്. അപ്പൊ മോഹൻലാലിന്റെ ഖുറേഷി അബ്രഹാമിന്റെ ബാക്ക്ഗ്രൗണ്ട് കാണിക്കാൻ പ്രണവ് മോഹൻലാലിനെ അവർ തെരഞ്ഞെടുത്ത് പ്രണവ് മോഹൻലാലിനെ വെച്ച് അത് അവർ കാണിച്ച ഇത്രയും ശക്തിയായിട്ട് അത് വരുമോന്ന് എനിക്കറിയില്ല. ഈ പടത്തിന്റെ L3 സ്റ്റോറിയിൽ അവനെ ആഡ് ചെയ്താൽ എന്തുണ്ടാവും കണ്ടറിയാം. എനിക്ക് സത്യം പറഞ്ഞാൽ അത് പ്രണവാന്നും കണ്ടിട്ട് മനസ്സിലായില്ല. ഞാൻ ആദ്യം വിചാരിച്ചെന്നറിയോ, ഞാൻ ആദ്യം വിചാരിച്ച മോഹൻലാലിനെ നമ്മളിപ്പോ 3-4 പേരോട് ചോദിച്ചില്ലേ, ഞാൻ പലരോടും ഞാൻ ഉറപ്പിച്ച് പറഞ്ഞു. ഞാനത് ഉറപ്പിച്ച് പറയുകയും ചെയ്തു. പിന്നെ നമ്മൾ ചോദിച്ചവരൊക്കെ പ്രണവെന്ന് തന്നെ ഉറപ്പിച്ച് പറഞ്ഞു. അതിപ്പോ ചിലപ്പോ ചില ഫാൻ ബോയ്സിന് അത് ഇഷ്ടമായിരിക്കും, അല്ലെങ്കിൽ ഫാൻസിന് അത് ഇഷ്ടമായിരിക്കും. പക്ഷെ ഓവറോൾ ഒരു സിനിമയുടെ ലെവലിൽ നെക്സ്റ്റ് മൂവിയിൽ എന്താവുന്നു, ഇത്രയും ഭാഗത്ത് കുഴപ്പമുണ്ടായില്ല. നെക്സ്റ്റ് മൂവിയിൽ എന്താവുന്നുള്ള ഒരു ആശങ്ക അതില് വന്നു. ഒറ്റ സീനുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞു വന്നത്, പിന്നെ നമ്മള് ഇന്ദ്രജിത്തിന്റെ ക്യാരക്ടർ കൊറേ സ്ഥലത്ത് പോണത് ബോധം കെടുത്തി. പക്ഷെ ആന്റണി പെരുമ്പാവൂർ നന്നായിട്ടുണ്ടായിരുന്നു, എനിക്ക് പ്രശ്നം തോന്നിയില്ല. എനിക്ക് ആന്റണി പെരുമ്പാവൂരിനെ കുറിച്ച് ചില കമന്റ്സ് ഞങ്ങൾ കണ്ടു. ആന്റണി പെരുമ്പാവൂരിന് ഇത്രയും ശക്തമായ റോളൊന്നും കൊടുക്കുന്നത്. പക്ഷെ ഞാൻ നോക്കുകയാണെങ്കിൽ ദൃശ്യത്തിൽ ചെയ്തതിനേക്കാളും ഒക്കെ മറ്റു പല സിനിമയിലും ചെയ്തേക്കാളും ആന്റണി പെരുമ്പാവൂർ ഇത് വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആ റോളിലും ആ ഡയലോഗ് ഡെലിവറി ഒന്നും ചില ആൾക്കാരെ നമ്മൾ സ്ക്രീനിൽ കാണുമ്പോൾ നമ്മൾ ചിരിക്കണോ വേണ്ടയോ എന്നുള്ളൊരു ഒരു പ്രിജുഡിസ്ഡ് മൈൻഡോടുകൂടി നമ്മള് കാണരുത്. അപ്പൊ പുള്ളി പക്ഷെ ഒരു ആ സീന് പുള്ളി അർഹിക്കുന്ന ഇത് കൊടുത്തിട്ടുണ്ട്. കുഴപ്പമൊന്നും തോന്നി. അത് അതില് മോശവും ആയിട്ടില്ല, ഓവറും ആയിട്ടില്ല പുള്ളി. പിന്നെ എന്താ വെച്ചാൽ പുള്ളി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഗോവർദ്ധന് ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, അങ്ങനെയുള്ള കുറച്ച് ചോദ്യങ്ങളുണ്ട്. എന്തെങ്കിലും ഹാർട്ട് കണ്ടീഷൻ ഉണ്ടോ. അത് പണ്ട് ഏതോ സിനിമയിൽ വന്ന് കണ്ട ഒരു സീനാണ്. അപ്പൊ അത് അവിടെ നിന്ന് എടുത്തോണ്ട് വന്ന പോലെ എനിക്കൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. പിന്നെ ഗോവർദ്ധനെ മയക്കി കിടത്തിയിട്ട് ആ മയക്കി കിടത്തിയ കാറെടുത്ത് ഒരിടം വരെ കൊണ്ടുപോയി, അവിടെ നിന്ന് ഒരു പ്ലെയിനിൽ കയറ്റിയ കാറെടുത്ത് എവിടെയോ കൊണ്ടുപോയി, അവിടെ നിന്ന് അവനെ പ്രൈവറ്റ് പ്ലെയിനിൽ കയറ്റി, അതും എനിക്ക് തോന്നുന്നു 3 സ്ഥലങ്ങളെ കാണിക്കണ്ടെന്ന്. എത്ര സ്ഥലങ്ങൾ കാണിക്കുന്നുണ്ട്? പ്രൈവറ്റ് പ്ലെയിനിൽ കയറ്റി വേറെ എവിടെയോ കൊണ്ടുപോയി, അവിടെ നിന്ന് നടന്ന് മോഹൻലാലിന്റെ അടുത്ത് പോയി. ഇത് ഈ പ്രൈവറ്റ് പ്ലെയിൻ, ഒരു കാറ് കൊണ്ടുപോകുന്ന പ്ലെയിൻ, ഇതിനു വേണ്ടി 3 സ്ഥലങ്ങൾ പോകേണ്ട ആവശ്യമില്ല. കിടക്കുന്ന ആളെ കൊണ്ടുപോകാൻ ഇത്രയും ബുദ്ധിമുട്ടുണ്ടോ? ഒരു ചാക്കിലെടുത്തിട്ട് ചാക്കില് വേണമെന്നില്ല കേട്ടോ. അതല്ല, കാറിൽ തന്നെയാണെങ്കിലും അല്ലെങ്കിൽ വോട്ടെവർ ലൈക് ഫ്ലൈറ്റിലാണെങ്കിലും അതിങ്ങനെ 3 സ്ഥലങ്ങൾ ഡിഫറെന്റ് ആയിട്ട് കാണിക്കേണ്ട ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ നമുക്ക് മലയാളികൾക്ക് കൺവിൻസ്ഡ് ആവും. ഓക്കെ, ഹി റീച്ച് സംവെയർ ലൈക് US എവിടെയാണ് എത്തിയത്, നമുക്ക് മനസ്സിലാവും. അത് നമുക്ക് മലയാളികൾ കൺവിൻസ്ഡ് ആണ്. പക്ഷെ അത് പാൻ ഇന്ത്യൻ ആകുമ്പോൾ മേ ബി യു വിൽ ഹാവ് ടു ടെൽ പീപ്പിൾ ലൈക് ഓക്കെ ഈ സ്ഥലത്ത് പോയി ഫൈനലി ഹി റീച്ച് സംവെയർ ലൈക് US ഓർ ഇത്തിരി ഓവറായിരുന്നു. പിന്നെ ഈ 10 സ്ഥലം കാണാൻ ഇപ്പൊ ഇതിലെ ഈ സിനിമയെ കുറിച്ച് ഒരു മീം ഞാൻ കണ്ടു, വേൾഡ് ടൂർ പോകണമെന്ന് പറഞ്ഞാൽ എന്റെ ആഗ്രഹം തീർന്നു. അതിനുള്ളതല്ല ഇതിനകത്ത്. അത് ഒറ്റ സീനായിട്ട് ഇവനെ ഇവിടെ നിന്ന് കട്ട് ചെയ്തു, ഫ്ലൈറ്റ് കയറ്റി, പിന്നെ കാണിച്ച അറ്റം. അങ്ങനെ കാണിച്ചിരുന്നെങ്കിലും ആൾക്കാർക്ക് മനസ്സിലാവും, മലയാളികൾക്ക് മനസ്സിലാവും. എസ്പെഷ്യലി ബാക്കിയുള്ളവരെ എനിക്കറിയില്ല. അത് മലയാളിലെ ഫസ്റ്റ് സിനിമയില് ലൂസിഫർ ആക്കിയത് ഗോവർദ്ധനാണ്. മോഹൻലാലിന്റെ ഫസ്റ്റ് സിനിമയിൽ ലൂസിഫർ ആക്കിയത് നാമകരണം ചെയ്തത് ഗോവർദ്ധനാണ്. ഗോവർദ്ധന്റെ ആദ്യത്തെ സിനിമയിലെ വളരെ ഒരു എന്താ പറയണ ഒരു ഇൻഡിപെൻഡന്റ് റിസർച്ചർ, ഒരു ഇൻഡിപെൻഡന്റ് ജേർണലിസ്റ്റ്, കേരളം അല്ലെങ്കിൽ നാട് നേരിടുന്ന പ്രശ്നങ്ങളെ പഠിക്കുന്ന ഒരാളായിട്ടാണ് നമ്മൾ സിനിമയിൽ ആദ്യത്തിൽ കാണുന്നത്. അപ്പൊ ആ ക്യാരക്ടർ വെച്ചാണ് ഇവര് ബാക്കിയുള്ള കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പൊ ഈ രണ്ടാമത്തെ ഭാഗത്ത് വരുമ്പോൾ ഇവന് ഒരു IB ഓഫീസർ, കാർത്തിക് എന്ന് പറഞ്ഞ IB ഓഫീസർ ഇവനെ യൂസ് ചെയ്യുന്ന കാര്യം നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അത്രയും ബുദ്ധിയില്ലാത്ത, അത്രയും അൺഇൻറ്റലിജന്റ് പറഞ്ഞു വരുമ്പോ എന്നെ വാക്ക് നാക്കളായിപ്പോയി പറഞ്ഞാൽ അത്രയും ഒരു ബുദ്ധിയില്ലാത്ത ഒരു കണ്ടീഷനിലേക്ക് ഗോവർദ്ധനെ തള്ളിയിടുന്നുണ്ടോ, എന്തിനാ തള്ളിയിട്ടു എന്നുള്ള ചോദ്യം നമുക്കുണ്ട്. പിന്നെ എന്നാൽ അവനെ യൂസ് ചെയ്യാണെന്ന് ഗോവർദ്ധന് മനസ്സിലാവുന്നില്ല എന്ന് തോന്നണില്ലേ? എന്ന് പറഞ്ഞാൽ ബജ്രംഗിക്ക് എന്താണ് കേരളത്തിലെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇവൻ കാർത്തികിനോട് ചോദിക്കുന്നുണ്ട്. കാർത്തിക് അതിന് മറുപടി ഒന്നും പറയുന്നില്ല. പിന്നെ ബജ്രംഗി നാട്ടിൽ വരുമ്പോ ഗോവർദ്ധന് മനസ്സിലായില്ലേ ബജ്രംഗിയും ഇവനായിട്ട് എന്തെങ്കിലും ടൈസ് ഉണ്ടാവുന്നത് മനസ്സിലായില്ല.
എനിക്ക് എന്തോ അത് ഇത്തിരി പിടിച്ചില്ല. മോഹൻലാലിന്റെ ക്യാരക്ടറിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി അവൻ നിന്ന് കൊടുത്തതാണെങ്കിലും അങ്ങനെ ആവാൻ പാടില്ല. അങ്ങനെയാവാം. പക്ഷെ വേറെ എന്താ വെച്ചാൽ പിന്നെ ഒരു കാര്യമുണ്ട്. ഫസ്റ്റ് സിനിമയുടെ അവസാനം സ്റ്റീഫനായിട്ടാണ് ഗോവർദ്ധൻ മോഹൻലാലിനെ തിരിച്ചറിഞ്ഞതെന്ന് നമുക്ക് തോന്നില്ല. നമുക്ക് തോന്നും അവന് തിരിച്ചറിഞ്ഞു ഓൾറെഡി മോഹൻലാലാണ് ഖുറേഷി അബ്രഹാം. അറ്റ്ലീസ്റ്റ് എനിക്ക് തോന്നി. ഫസ്റ്റ് സിനിമയുടെ അവസാനം ഗോവർദ്ധൻ തോന്നി ഈ ഖുറേഷി അബ്രഹാം ഗാങ്ങിന്റെ ഒരു വളരെ ഇമ്പോർട്ടന്റ് കണ്ണിയാണ് മോഹൻലാൽ എന്ന് അവന് മനസ്സിലായെന്നാണ് എന്റെ വിചാരം. മനസ്സിലായില്ലേ? പക്ഷെ ഈ രണ്ടാമത്തെ പടത്തിലും പിന്നെയും പുള്ളി അത് ചകഞ്ഞോണ്ടിരിക്കുകയാണ്. ഇതാരാണ് ഇവൻ ആരാണെന്ന് പിന്നെയുള്ള ചകച്ചിലാണ് ഈ കാണുന്നത്. കഴിഞ്ഞ പടത്തിൽ മനസ്സിലായിട്ടുണ്ടായിരുന്നോ? അല്ല, അതിൽ ആദ്യമേ പറയുന്നുണ്ട് ഈ ഖുറേഷി അബ്രഹാം ഗ്യാങ്ങിനെ മലയാളം ഇവന് എന്തായിട്ട് ബന്ധം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? അതേ ചോദ്യം ഇതിൽ പിന്നെയും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ മോഹൻലാൽ എന്നെ പക്ഷെ ലൈക്ക് പുള്ളിക്ക് അറിയായിരിക്കും. അങ്ങനെയാവാം. അപ്പൊ ഇതിൽ ചൈനീസ് ട്രയാഡിനെ എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ ഗോവർദ്ധൻ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ ഈ ഗ്യാങ്ങിന്റെ കഥ പറയാൻ ഇപ്പൊ നമ്മൾ ആദ്യം 2 ഗോഡ് ആക്സസ് എന്നൊരു ആക്സസ് ഉണ്ട്, മറ്റൊരു ആക്സസ് ഉണ്ടെന്ന് ആദ്യം സിനിമയുടെ ആദ്യത്തിൽ പറയുന്നുണ്ട്. ഇതിന്റെ പിന്നിൽ അത് മുരളി ഗോപിയാണ് നറേറ്റ് ചെയ്യണമെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് സിനിമയിൽ പിന്നെ വരുമ്പോ പല ക്യാരക്ടറും ഇതിനെ അങ്ങോട്ട് പറയുന്നുണ്ട് ഗോഡ് ആക്സസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഇത് 3 ഇത് പറയുന്നുണ്ടെന്ന് തോന്നുന്നു. ആ ബ്രിട്ടീഷുകാർ അവിടെ ഇരുന്ന് ചൈനീസ് ഗ്യാങ്ങിനെ കുറിച്ച് ഒരു പ്രാവശ്യം പറയുന്നുണ്ട്. അയ്യോ, അതിനെ പറ്റി പറയാൻ അത് പറയുന്നുണ്ട്. ചൈനീസ് ഗ്യാങ് വരുന്നേ ഉള്ളൂ. ചൈനീസ് ഗ്യാങ്ങിനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ഗോവർദ്ധൻ ഇതിനെ കുറിച്ച് കാർത്തികിനോട് ചോദിക്കുന്നതായിട്ടുണ്ട്. പിന്നെ അവസാനം ഇവര് റിവീൽ ചെയ്യുന്നുണ്ട് ആരാണ് എന്താണെന്നുള്ളത്. അപ്പോ അതിനൊക്കെ മുന്നില് മുരളി ഗോപി ഇതിനൊരു എക്സ്പ്ലനേഷൻ പോലെ തുറന്നു പറയുന്നുണ്ട്. ഇൻഡോ അറബിക് ഗ്രൂപ്പ് ആയിട്ടുള്ള ഖുറേഷി അബ്രഹാം ഗ്യാങ്ങും പിന്നെ ചൈനീസ് ഷെൻ ട്രയാഡായിട്ടുള്ള ഗോഡ് ആക്സസ് എന്ന് പറയുന്നുണ്ട്. ആ പറച്ചിലിന്റെ ആവശ്യമുണ്ടോന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. കാരണം ആ പറച്ചില് നമ്മൾ സിനിമയിൽ നമ്മൾ അവസാനത്തുമ്പോൾ മനസ്സിലാവുന്നുണ്ട് ചൈനീസ് ഗ്യാങ് ആണ്. ആ പറച്ചിലുകാരന് എന്തുണ്ട് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും അവസാനം വരുന്നത് ഒരു ചൈനീസുകാരനാണെന്ന് ആ സിനിമയുടെ ആദ്യത്തിൽ തന്നെ മനസ്സിലായി. പിന്നെ ആ സസ്പെൻസിനെ കുറിച്ച് പറയാനുണ്ട്. സസ്പെൻസ് പറഞ്ഞോളൂ, കുഴപ്പമില്ല, കണ്ടിന്യൂഷൻ ആയിട്ട് പറയാം. അപ്പൊ ഈ ചൈനീസ് കാരനാന്ന് പറഞ്ഞപ്പോ തന്നെ ഇതിനു മുമ്പ് റൂമേഴ്സ് കേട്ടിട്ടുള്ളവർക്ക് മനസ്സിലായി ഇത് റിക്യൂൺ ആണ് വരുന്നതെന്ന്. അപ്പൊ റിക്യൂൺ ആണ് വരുന്നതെന്നുള്ളത് സസ്പെൻസ്. ഇപ്പൊ ഇംഗ്ലീഷ് സിനിമ സ്ഥിരമായിട്ട് കാണുന്നവർക്കും പിന്നെ ഈ പറഞ്ഞ പോലെ വെബ് സീരീസുകൾ കാണുന്നവർക്കും ജെറോമിനെയും റിക്യൂണിനെയും ഒക്കെ പെട്ടെന്ന് മനസ്സിലാവേക്കും. പക്ഷെ ഒരു ശരാശരി മലയാളി സിനിമ ഓഡിയൻസിന് ഈ റിക്യൂൺ ആരാന്ന് പോലും മനസ്സിലായില്ല. ആ സസ്പെൻസ് നമ്മളിപ്പോ ഇപ്പോഴത്തെ ജനറേഷൻ എല്ലാവരും സിനിമകൾ കാണുന്നുണ്ട്, ഇംഗ്ലീഷ് മൂവീസ് ഒക്കെ കാണുന്നുണ്ട്. പക്ഷെ നമ്മള് എത്ര പറയാ ഫാമിലി ഓഡിയൻസ് അല്ലേ പോയി കാണുന്നത്. ഫാമിലി ഓഡിയൻസ് കാണുന്നു പറയാൻ പറ്റില്ല, 16 വയസ്സിന് മുകളിലാണ്. എന്നാലും പുള്ളി ഒരു സസ്പെൻസ് ആയിട്ട് കൊണ്ടുവരുമ്പോ പുള്ളി വന്നല്ലോ എന്ന് നമ്മൾ വിചാരിക്കണമെങ്കിൽ പുള്ളി അതൊന്ന് മനസ്സിലാവണ്ടേ. അത് കണ്ട് വാവ് എന്ന് പറയണമെങ്കിൽ നമുക്ക് പുള്ളി അത് മനസ്സിലാവണം. ഇംഗ്ലീഷ് സിനിമ കാണാത്ത മലയാളി ഓഡിയൻസ് ഇഷ്ടം പോലെ ഉണ്ട്. എന്റെ ഭാര്യ അടക്കം. ഞാൻ കാണാറില്ല. എനിക്ക് മലയാളം മൂവീസ് ആണ് കൂടുതൽ ഇഷ്ടം. തമിഴ് ഇഷ്ടമാണ്, ഇംഗ്ലീഷ് കാണാറില്ല. ഇംഗ്ലീഷ് മൂവീസ് സ്ഥിരമായിട്ട് കാണാത്തവർക്ക് റിക്യൂണിന്റെ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവില്ല ഇത് റിക്യൂണാണെന്ന്. ഇയാൾ ആരാണ്, ഇതിന്റെ എന്താണ് ഇമ്പോർട്ടൻസ് മനസ്സിലാവില്ല. അപ്പൊ ഒരു ഇന്റർനാഷണൽ വില്ലൻ വേണം എന്നുള്ളതിനെ കുറിച്ച് ഞങ്ങൾ വേറൊരു ചർച്ച നടത്തിയിരുന്നു, എന്തുകൊണ്ട് ഇന്റർനാഷണൽ വില്ലൻ വേണം എന്ന് പറഞ്ഞിട്ട്. പക്ഷെ റിക്യൂണിനെ സസ്പെൻസ് ആയി വെച്ചിട്ട് പുള്ളി ആരെയാണ് സാറ്റിസ്ഫൈ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായില്ല, പൃഥ്വിരാജ്. കാരണം ആ റിക്യൂൺ സസ്പെൻസ് ബേസിക്കലി വളരെ വളരെ ഒരു സെലക്ട് നമ്പർ ഓഫ് പീപ്പിളിനെ മനസ്സിലായുള്ളത് റിക്യൂൺ ആണെന്ന്. അപ്പൊ ഇത് നമ്മൾ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും നീയൊക്കെ ഇന്റർനാഷണൽ മൂവീസ് കാണണം എന്നാലേ നിനക്ക് മനസ്സിലാവുള്ളൂ എന്ന് ചിലപ്പം എന്ന് ഫാൻസിന് ഒബ്വിയസ്ലി അവർക്ക് തോന്നും. പക്ഷെ നമ്മളൊരു മൂവി കാണുമ്പോൾ നമുക്കറിയാത്ത ഇംഗ്ലീഷ് മൂവീസ് കാണാത്ത ആൾക്കാർക്ക് ഒബ്വിയസ്ലി ഇത് മനസ്സിലായിട്ടുണ്ടാവില്ല. ഇതാരാണ് ഈ ക്യാരക്ടർ, ഇതാരാണ്, ഈ പുള്ളി വലിയ സംഭവമാണെന്ന് മനസ്സിലാവില്ല. സസ്പെൻസ് ഇല്ലാതെ ഈ റിക്യൂണാണ് ഇതിന് അവസാനം വരുന്നത്. അപ്പൊ നമ്മളൊരു ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് പോയി ഈ പുള്ളി ഇത് ഇത്രയും വലിയ സംഭവമാണല്ലേ, വാവ് പുള്ളി അഭിനയിച്ചല്ലോ മലയാളത്തിൽ വന്നിട്ടെന്ന് നമുക്ക് തോന്നിയേനെ. അതെ, അങ്ങനെ തോന്നിയേനെ. അത് ആ ഒരു ഇമ്പാക്ട് ഇത് കൊണ്ടുപോയി. അതിപ്പോ ഞാൻ പറയണ ഈ അവസാനം വരുന്നത് ഇപ്പൊ അമീർ ഖാനോ
പക്ഷെ വേറൊരു കാര്യമുണ്ട്, നമ്മളൊരു ഇന്ത്യൻ ആക്ടറിനെ അവിടെ വയ്ക്കുകയാണെങ്കിൽ അതിനെ കുറിച്ച് പറയാനുണ്ട്. അപ്പൊ ഞങ്ങളിത് പിന്നെയും ഫൈറ്റ് ചെയ്തു, ഇതിനെ കുറിച്ച് പിന്നെയും. കാരണം അവിടെ ഒരു ഇപ്പോ തമിഴിൽ നിന്ന് കമലഹാസനോ അല്ലെങ്കിൽ ഫഹദ് ഫാസിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹോളിവുഡ് ഹോളിവുഡ് അല്ല ബോളിവുഡിൽ നിന്ന് കമലഹാസനോ ഷാറൂഖ് ഖാനോ ആരെങ്കിലും ഇതിനകത്ത് വന്നിരുന്നെങ്കിൽ പിന്നെ അപ്പൊ നമുക്ക് പിന്നെ ഒരു പ്രശ്നമുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡോ അറബിക് ഗ്യാങ് ആയിട്ടുള്ള ഖുറേഷി അബ്രഹാം ഗ്യാങ്ങിന്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള ഖുറേഷി അബ്രഹാമിന് സൗത്ത് ഇന്ത്യൻ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ അല്ലെങ്കിൽ ഇന്ത്യൻ തന്നെ വേറൊരു ലീഡർ ഓപ്പോസിഷൻ. അപ്പൊ പിന്നെ എന്ത് ഇൻഡോ അറബിക് ഗ്യാങ്ങിന്റെ തലവൻ എന്ന് പറയുന്നത് ഇത്ര ഇവിടെ ഉള്ളവരൊക്കെ തോപ്പിച്ചിട്ടാണല്ലോ പുള്ളി ഇൻഡോ അറബിന്റെ ഇതാണ്. അപ്പൊ ഒരു എക്സ്റ്റേണൽ നാട്ടിൽ നിന്ന് വന്ന വില്ലനാണെന്ന് പറയുന്നതിൽ കാര്യമുണ്ട്. കാരണം അത് കാരണമാണ് ആ സിനിമ ആ സീൻ അങ്ങനെ വരേണ്ടത്. പക്ഷേ സസ്പെൻസ് ആക്കി വെച്ചതിലാണ്. അപ്പൊ ഞാനിത് എന്റെ ഫ്രണ്ടിനോട് സംസാരിച്ചപ്പോ അവനും ഞാൻ പറഞ്ഞു അതുകൊണ്ടാണ് ഈ ചൈനീസ് ആയിട്ടുള്ള റിക്യൂണിനെ കൊണ്ടുവന്നു. അപ്പൊ ശരി, ചൈനീസ് ആയിട്ടുള്ള റിക്യൂണിനെ കൊണ്ടുവന്ന് സമ്മതിച്ചു. പക്ഷെ ഇത് എല്ലാവർക്കും മനസ്സിലാവണം എന്ന് പറയുന്നതാണ് ഈ അയാൾ കൊണ്ടുവന്നതിന്റെ ഇമ്പോർട്ടൻസ് എല്ലാവർക്കും മനസ്സിലാവണം എന്ന് പറഞ്ഞാൽ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് പുറത്തു വന്നിട്ടാണ് ആൾക്കാർ അന്വേഷിക്കുന്നത്. കുഴപ്പമില്ല, നമുക്കിപ്പോ പറയാം, ഫാൻസിന് വേണമെങ്കിൽ പറയാം നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടാവില്ല, ഇംഗ്ലീഷ് മൂവീസ് കാണാത്ത കൊണ്ടുള്ള പ്രശ്നമാണ്. ശരിയാണ്, ഇപ്പൊ സിനിമ കണ്ടിട്ടുള്ള ഈ ഒരു മൂവി കണ്ടിട്ടുള്ള 90% ആൾക്കാർക്ക് മനസ്സിലായി എന്ന് ഇരിക്കട്ടെ. പക്ഷെ ബാക്കിയും 10% ഉണ്ട് മനസ്സിലാവാത്ത. 10% അത് കൂടുതലുണ്ടാവും. മലയാളികൾ എല്ലാവരും ഇംഗ്ലീഷ് സിനിമ കണ്ടിരിക്കണം എന്നുള്ളൊരു നിർബന്ധമില്ല. അത് ഇത്ര സസ്പെൻസ് ആയിട്ട് വെച്ചിട്ട് സസ്പെൻസ് അല്ലായിരുന്നു ആക്ച്വലി, പോയി സീ എന്നുള്ളൊരു ഫീലിംഗ്. ഇത് ആരപ്പാന്നുള്ള അവസ്ഥയായി പോയി അവസാനം. ഇത് ഏത് പോയാന്നുള്ള അവസ്ഥയായി പോയി. റിക്യൂൺ ഒന്നാ പിന്നെ റിക്യൂണിന് ഇനിയിപ്പോ അടുത്ത സിനിമയിൽ റിക്യൂണുമായിട്ടുള്ള ഫൈറ്റിൽ ഇപ്പൊ ഖുറേഷി അബ്രഹാം ഗ്യാങ്ങിനേക്കാളും ശക്തമായിട്ട് ഒരാൾ വേണമെന്ന് പൃഥ്വിരാജ് ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതാണ് അതിന്റെ ലോജിക്ക് അതാണ്. ഇത്രയും വലിയ ഇന്ത്യന്ന് പറ്റില്ല ആക്ടർ, ശരിയാണ്. കാരണം അമീർ ഖാനെ കൊണ്ടുവന്നാൽ നമ്മൾ അമീർ ഖാൻ ഈ ഇതുപോലെ എത്തി. ഇന്റർനാഷണൽ വില്ലൻ വേണം, ശരിക്കും ഇന്റർനാഷണൽ വില്ലൻ വേണം. പക്ഷെ അത് സസ്പെൻസ് ആക്കി വെച്ചതൊരു ഇതായിപ്പോയി. പിന്നെ നമ്മുടെ ഏജൻസ് റോബർട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഏജന്റ് വരുന്നുണ്ട്. പിന്നെ അത് വേറൊരു കാര്യമുണ്ട്, ഇന്റർനാഷണൽ ആയിട്ട് കൊണ്ടുവന്ന 90% ആൾക്കാരെയും ഇവര് ഈ പടത്തിന്റെ അവസാനത്തിന് മുമ്പേ കൊന്നു കളഞ്ഞു. പിന്നെ ബുദ്ധിമുട്ടില്ല, അടുത്ത പടത്തില് അവരെ വിളിക്കണം, കാസ്റ്റ് ചെയ്യണം എന്നുള്ള ഒരു ബുദ്ധിമുട്ടില്ല. അപ്പൊ അതില് ഈ റോബർട്ട് എന്ന് പറയുന്ന ആളെ കൊണ്ടുവരുന്നതും പിന്നെ ഈ ലേഡി പുള്ളിക്കാരുടെ പേരെന്തായിരുന്നു, ഒലിവിയ ആൻഡ്രിയ എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരിയെ കൊണ്ടുവന്നതും പിന്നെ ജെറോം ഫ്ലിന്നിനെ കൊണ്ടുവന്നതും. ജെറോം ഫ്ലിന്നിനെ പിന്നെയും കുറച്ചുകൂടി ഈ പറഞ്ഞ പോലെ ഗെയിം ഓഫ് ത്രോൺസ് കണ്ടവർക്ക് ജെറോം ഫ്ലിന്നിനെ കാണുമ്പോൾ ഒരു ആവേശം തോന്നും. പക്ഷെ ജെറോം ഫ്ലിന്നിനെ ഒന്നും അങ്ങനെ ഉപയോഗിച്ചിട്ടേ ഇല്ല എന്ന് തോന്നുന്നു എനിക്ക്. പറഞ്ഞാൽ ഒരു ഇന്റർനാഷണൽ ബേസിക്കലി എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഹൻലാലിന് ചുറ്റും കുറെ വെള്ള കളറുള്ള പാമ്പ് ഇപ്പൊ മോഹൻലാലിന് ചുറ്റും വെടിവെക്കാൻ കുറെ വെള്ളക്കാര്, മോഹൻലാലിനെ പിടിക്കാൻ കുറെ, ഖുറേഷി അബ്രഹാമിനെ പിടിക്കാൻ ഇന്റർപോളും MI6 എന്നും കുറെ ആൾക്കാർ. അങ്ങനെ ഒരു വൈറ്റ് വാലിഡേഷൻ ആയിപ്പോയി. കുറെ അധികം വൈറ്റ് ആൾക്കാർ. ഇന്റർനാഷണൽ ഇതാണല്ലോ, ഇന്റർനാഷണൽ വില്ലനെ ഇന്റർനാഷണൽ ആൾക്കാരാണ് അന്വേഷിക്കുന്നത്. അല്ലാതെ പിന്നെ ഇന്ത്യയിലുള്ള ആൾക്കാർ അന്വേഷിച്ചിട്ട് കാര്യമല്ലോ, അങ്ങനെയല്ല. പക്ഷെ കൂടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ എന്താ പറഞ്ഞാൽ ഇൻഡോ അറബിക് ഗാങ് ആണെങ്കിൽ കൂടെ നിൽക്കുന്നവരൊക്കെ ഇൻഡോ അറബിക് ആയിരിക്കണല്ലോ. പക്ഷെ ബോഡി ഗാർഡ്സ് എല്ലാം നല്ല വെള്ള ആൾക്കാരൊക്കെ ആയിരുന്നു. അതിപ്പോ എങ്ങനെ അത് ഈ പറഞ്ഞ പോലെ റോബോട്ടിനൊക്കെ ഒരു റോളും ഇല്ല. ആക്ച്വലി റോബോട്ടിനെ കാണിക്കുന്നതും കൊല്ലുന്നതും തമ്മില്, പിന്നെ അതുപോലെ ഒരു വില്ലൻ മറ്റേ റഷ്യൻ ആയിട്ട് കാണിക്കുന്ന അവനെ കൊല്ലുന്നതിൽ അവനൊന്നും എന്തിനാ പിന്നെ ഇതിന് ഇതെടുക്കണേ, റിവെഞ്ച് എടുക്കേണ്ട ആവശ്യമില്ല. അത് ഈ പറഞ്ഞ പോലെ ഒരു ഹോളിവുഡ് പടത്തിന്റെ സ്റ്റൈലാണ്. ഒരു നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന പാർട്ട്ണറിനെ കൊന്നു കഴിയുമ്പോ അതിന് റിവെഞ്ചിന് വില്ലനെതിരെ ഫൈറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു ഹോളിവുഡ് മൂവി ട്രൂപ്പാണ്. അപ്പൊ ആ ട്രോപ്പ് ഇതിൽ യൂസ് ചെയ്യുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും മലയാളികൾക്ക് മനസ്സിലായില്ല. നമ്മുടെ ഇവിടുത്തെ ഒരു പോലീസുകാരനെ കൊന്ന കൂടെയുള്ള പോലീസുകാരൻ ചോദിക്കാൻ ചെല്ലുമെന്ന് പറയുന്നത് അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവുമെങ്കിലും അതൊരു ഇന്റർനാഷണൽ ലെവൽ പറയുമ്പോൾ അവർക്ക് മനസ്സിലാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല എന്തുകൊണ്ട് അങ്ങനെ പുള്ളിക്കാരി അത്രയും ഒരു ഇൻട്രസ്റ്റ് എടുക്കും. ഇത് പേഴ്സണൽ ആണെന്ന് പറയുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് പേഴ്സണൽ എന്നുള്ളൊരു ചോദ്യം ചിലപ്പോൾ ചോദിച്ചെന്നിരിക്കും. എല്ലാവർക്കും ഇല്ല. ഇത് എനിക്ക് മനസ്സിലായി. കാരണം എനിക്ക് അപ്പം മനസ്സിലായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ഇതാണ് ആ കഥ. അയാളുടെ ഏജന്റിന്റെ പാർട്ട്ണറായിരുന്നു. പാർട്ട്ണറിനെ
കൊന്നതിന്റെ പ്രതികാരത്തിന് പുള്ളിക്കാരി ഇറങ്ങി എന്ന് പറഞ്ഞേ. പക്ഷെ പുള്ളിക്കാരിക്കും അതിൽ വലിയ റോളൊന്നുമില്ല. ഇവർക്കൊന്നും ക്യാരക്ടർ എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള സമയമില്ല. മേ ബി കുറെ അധികം ക്യാരക്ടേഴ്സ് ഉണ്ട്. 3 മണിക്കൂർ പടമായി ഇതിന്. അത് കാരണം ഇവർക്കൊന്നും വലിയ ക്യാരക്ടേഴ്സിന്റെ ആവശ്യം ഉണ്ടായില്ല സത്യം പറഞ്ഞാൽ. ആ 2 ക്യാരക്ടേഴ്സിന്റെ ആവശ്യം ഉണ്ടായില്ല. ആൻഡ്രിയനെ ഇപ്പൊ പിന്നാലെ ചേസ് ചെയ്യാൻ ഒരു ഇന്റർനാഷണൽ ഏജന്റ് വേണം എന്ന് പറഞ്ഞതിൽ അത് ഒരാളെ വെച്ചിരുന്നെങ്കിൽ കുഴപ്പമില്ല. അതിന് പിന്നാലെ ചേസ് ചെയ്ത് വരുന്ന ഒരു ഇന്റർനാഷണൽ ഏജന്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത്. അതിനൊരു ബാക്ക് സ്റ്റോറി ഉണ്ടായിരുന്നു. അയാളുടെ ഈ ഫ്രണ്ട് ഇയാളുടെ കാരണമാണ് മരിച്ചതെന്ന് പറഞ്ഞിരുന്നതിലും നിർന്നേന കഥ. അത് കാണിക്കേണ്ട ആവശ്യം അതാണ് പറഞ്ഞത്. ചില സമയത്ത് പൊക്കി പറയേണ്ടത് താത്തി പറയും, താത്തി പറയേണ്ടത് പൊക്കി പറയും ചെയ്തിട്ടുണ്ടെന്ന് ഫീൽ ചെയ്താലും ഒരു കാര്യം അതാണ്. അതെ, ഒരു വില്ലനെ കൊണ്ടുവന്നു, അയാളെ കൊല്ലുകയും ചെയ്തു. അയാളുടെ ക്യാരക്ടർ നമ്മൾ പക്ഷെ എസ്റ്റാബ്ലിഷ് ചെയ്തില്ല. അയാളൊരു വില്ലനാണ്, അയാളാണ് എന്താ പറയണ ഡ്രഗ്സ് നോക്കുന്ന അയാളാണെന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു വെസ്റ്റ് ആഫ്രിക്കൻ ടൈപ്പുള്ള ഒരു ക്യാരക്ടറിനെ കൊണ്ടുവന്ന് അയാളെ കൊല്ലിച്ചു. മനസ്സിലായില്ലേ കഥയിൽ പറയുമ്പോ. പക്ഷെ സിനിമയിൽ ഇരുന്ന് കാണുമ്പോൾ നമുക്ക് അതൊന്നും തോന്നില്ല കേട്ടോ. പക്ഷെ അല്ല, ഇത് സിനിമ കണ്ടത് കാരണമാണ് ഇത്രയൊക്കെ പറയാൻ തോന്നുന്നത്. സിനിമ കണ്ടത് ഇഷ്ടപ്പെട്ടത് കാരണമാണ് നമ്മൾ ഇത്രയൊക്കെ പറയുന്നത്. പക്ഷെ അപ്പളേ വിട്ടേനെ. അപ്പൊ ആ പുള്ളിയെ കൊണ്ടുവന്ന് കൊല്ലിച്ചു. ആ പുള്ളിക്കാരി ബാക്കിയുണ്ടല്ലേ, ബോറിസിനെ കൊണ്ടുവന്ന് കൊല്ലിച്ചു. മറ്റേ റോബർട്ടിനെ കൊണ്ടുവന്ന് കൊല്ലിച്ചു. അങ്ങനെ ഇംഗ്ലീഷുകാരായിട്ട് പുതിയതായിട്ട് അല്ലെങ്കിൽ പുറത്തുനിന്ന് കൊണ്ടുവന്ന് ഇന്റർനാഷണൽ ആക്ടേഴ്സിനെ 90% ആൾക്കാരെ അപ്പൊ തന്നെ കൊല്ലിച്ചു. ചിലപ്പോ അടുത്ത സിനിമയിൽ ഈ പുള്ളിക്കാരി ആൻഡ്രിയ ചിലപ്പം സപ്പോർട്ട് ചെയ്യുകയും, കാരണം ആൻഡ്രിയ ചൈനീസ് ട്രയൽസിനെതിരെ ഈ പുള്ളിക്കാരൻ ഖുറേഷി എബ്രാഹിം ഗ്യാങ് ആൻഡ്രിയ ഉപയോഗിക്കും, ആൻഡ്രിയ ഇവരെ സഹായിക്കും. അങ്ങനെ എന്തെങ്കിലും ഒരു സ്റ്റോറി ലൈൻ വേണമെങ്കിൽ ഉണ്ടാക്കാം സെക്കൻഡ് സിനിമ. അടുത്ത സത്യം മനസ്സിലായിട്ടുണ്ട്. ഇപ്പൊ സത്യം മനസ്സിലായിട്ടുണ്ട്. പുള്ളിക്കാരിയുടെ കൂടെ ഉണ്ടായിരുന്ന ആള് ഒരു ഡ്രഗ് കാർട്ടലിന്റെ മോളായിരുന്നു എന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ അത് ചിലപ്പോ അങ്ങനെ എടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അവസാനത്തെ ഫൈറ്റിന്റെ കാര്യം, അവസാനത്തെ ഫൈറ്റ്. അപ്പൊ അവസാനത്തെ ഫൈറ്റിന് പല പല അഭിപ്രായങ്ങളുണ്ട്. ഒരു അഭിപ്രായം എന്ന് വെച്ചാൽ പൃഥ്വിരാജും മോഹൻലാലും തമ്മിൽ കൂടെയുള്ള ആ ഫൈറ്റ്. ഒരാള് മറ്റേ ഇട്ട് കൊടുക്കുന്നു, അയാൾ കുത്തുന്നു, ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നു, ഇയാൾ തട്ടുന്നു, എറിയുന്നു. അങ്ങനെയുള്ള ആ സീൻ, ഡബിൾ സീക്വൻസ് നമ്മൾ പല പടങ്ങളിലും കണ്ട്. ഇപ്പൊ മലയാളികൾക്ക് ഇതൊക്കെ കണ്ട് പരിചയം. മലയാളികൾ എന്നാണ് ഈ പറഞ്ഞ പോലെ എല്ലാ പടവും കാണുന്ന കാരണം. ഇപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ ഇംഗ്ലീഷ് പടം, ആ ഫൈറ്റ് പണ്ടില്ലേ, ഇപ്പൊ എന്റെ ഭാര്യക്ക് അത് ഇഷ്ടപ്പെട്ടു. ഇപ്പൊ എനിക്കതെന്ന് വെച്ചാൽ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ആ സീനൊക്കെ ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട്. ആ സിനിമ ഇരുന്ന് കാണുമ്പോൾ നമുക്ക് കുഴപ്പമില്ലാന്ന് തോന്നിയെങ്കിലും അതിന്റെ ക്യാമറ വർക്ക്, ക്യാമറ ഇങ്ങോട്ട് സൂം, അങ്ങോട്ട് മൂവ് ചെയ്യുന്നു, ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നു, ഈ പറഞ്ഞ പോലെ അങ്ങനെ ക്യാമറ വർക്ക്സ് ഒക്കെ നന്നായിട്ടുണ്ട്. പക്ഷെ ഓവറോൾ ഫൈറ്റ് ഫെമിലിയർ ആയിട്ട് തോന്നി എനിക്ക്. അതാണ് ഞാൻ പറഞ്ഞത്. ഇതേ ഫൈറ്റ് സീക്വൻസ് അല്ല, ഇതേപോലത്തെ ഫൈറ്റ് നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട്. ഒരാളുടെ നിന്ന് കത്തി വലിച്ചൂരി മറ്റവനെ കുത്തുന്നു, ഇവൻ എറിഞ്ഞു കൊടുക്കുന്നു, അവിടെ ആ ഫൈറ്റ് സീക്വൻസ് നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട്. പിന്നെ ഒരു തമാശ ഉണ്ട്. ഇവരെ വെടിവെക്കാൻ വരുന്നവരെയൊക്കെ മുകളിൽ നിന്ന് സ്നൈപ്പർ വെടിവെച്ചു കൊല്ലും. കൂടെയുള്ള ഗുണ്ടമാരെ, പിന്നെ കൂടെയുള്ള ഗുണ്ടകളെയൊക്കെ കൂടി വെടിവെച്ച് കൊന്നാൽ മതിയായിരുന്നു. എന്നാ ഈ ഓടി വരുന്നവരെയൊക്കെ വെടിവെച്ചിട്ടിട്ട് ഈ മെയിൻ വിലനം ഇടിച്ചിട്ട് കൊന്നിരുന്നെങ്കിൽ അത് മറ്റേ ആ സീനിലുണ്ട്. ഏത് കാട്ടിലുള്ള ഫൈറ്റ്, വെട്ടാൻ വരുന്നവനെയൊക്കെ ആദ്യം ഡിഷും വെച്ചിട്ട് വെടിവെച്ചു കൊല്ലും. എന്നിട്ട് ബാക്കി അടി കൊള്ളാവുന്ന ആൾക്കാരെ മാത്രം വിട്ടുകൊടുത്തിട്ട് അതെല്ലാരെയും കൊന്നിട്ട് ചുമ്മാ അല്ല, മോഹൻലാലിനെ ഇരിക്കാൻ ആരെയും വെക്കാതെ എല്ലാരെയും വെടിവെച്ച് കൊന്നു കഴിഞ്ഞാൽ പിന്നെന്താ? പിന്നെ അപ്പൊ മഞ്ജു വാര്യർ രക്ഷിച്ചോണ്ട് വരാന്നുണ്ടോ? മോഹൻലാലിന് ഈ ഇന്റർനാഷണൽ അടിയൊക്കെ കഴിഞ്ഞിട്ട് നാട്ടിൽ വന്ന് നല്ലൊരു നാടൻ അത് കാരണം നീ നിർത്ത്, ഞാൻ തല്ലിക്കൊള്ളാൻ ബാക്കിയുള്ളവരെന്ന് പറയുന്ന ഒരു ടൈപ്പാണ് കാട്ടിലെ സീൻ. പക്ഷെ ഇതില് ഈ പറഞ്ഞ പോലെ 10, 20, 25 പേര് ഇവരെ ഓവർകം ചെയ്യാവുന്ന അത്രയും ആൾക്കാരെ കൊണ്ടുവന്നിട്ട് വെടിവെക്കാതെ ഞാൻ കുറച്ചുപേരെ വെടിവെക്ക് ചെയ്തു. തോക്കുള്ളവരെ വെടിവെച്ചു വന്നു, ബാക്കിയുള്ളവർക്ക് കൈകൊണ്ട് കിട്ടി എന്ന് പറഞ്ഞ പോലെയാണ്. പിന്നെ ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന്റെ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തു. അവിടെ ഹിന്ദി പാട്ട്. അപ്പൊ ഈ സിനിമയിൽ ഹിന്ദി ഒരു വളരെ വലിയ മറ്റേ പാട്ട് തമിഴാട്ടോ. അപ്പൊ മറ്റേ പാട്ട് തമിഴാണെങ്കിലും അതൊരു നെടുമ്പള്ളി എന്ന് പറഞ്ഞാൽ അതിർത്തി ഗ്രാമത്തിൽ നടക്കുന്ന ഫൈറ്റില് ഒന്നാമത് തമിഴ് പാട്ടിന്റെ മാസാണ് ആ പാട്ട്. അത് കടവുള്ള പോലെ എന്ന പാട്ട് ലൂസിഫറിന് കൊടുത്ത എന്താ പറയാ ഇമ്പാക്ട് വേറെ തന്നെയാണ്. അത് രണ്ടാമത് കാണുമ്പോ എനിക്ക് അപ്പൊ നല്ല ഇത് തോന്നിയെങ്കിലും നമുക്ക് എന്തുകൊണ്ട് ഒരു പുതിയ പാട്ട് അവിടെ ദീപക് ദേവ് കൊടുത്തില്ല എന്നുള്ളത് നമുക്കൊരു സങ്കടം ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ ഞാനത് ആലോചിച്ചപ്പോൾ ദീപക് ദേവ് ഈ പടത്തിന് വേണ്ടി ഒരു പുതിയ പാട്ട് കൊടുത്തിട്ടുണ്ട്. എമ്പുരാൻ എന്നുള്ള പാട്ട് ദീപക് ദേവ് ഇതിന് ഈ പടത്തിന് വേണ്ടി കൊടുത്തതാണ്. മ്യൂസിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ
അല്ല വേണമെങ്കിൽ കൊടുക്കായിരുന്നു പുതിയ പാട്ട്, വേറൊരു പുതിയ പാട്ട്, വേറൊരു പാട്ട് നമുക്ക് വേണമെങ്കിൽ അതിന് കൊടുക്കായിരുന്നു. പക്ഷേ ഇനിയിപ്പോ റീയൂസ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായില്ല, വേണമെങ്കിൽ കൊടുക്കാം. യൂസ് ചെയ്തുകൊണ്ട് വലിയ നഷ്ടമൊന്നും ഉണ്ടായില്ല. ആ സീൻ രോമാഞ്ചകഞ്ചികമാക്കാനുള്ള സാധനം. പക്ഷെ എന്താ പറയാ, വേണമെങ്കിൽ കൊടുക്കായിരുന്നു, അത്രേ ഉള്ളൂ. അത്ര ഉണ്ടായിരുന്നു. ഹിന്ദി പാട്ടാണ്, ഹിന്ദി പാട്ട് ഫിർ സിന്ദാന്ന് വെച്ചിട്ടുള്ള ആ ഹിന്ദി പാട്ട്, അതിലിട്ടിട്ടുള്ള ഫൈറ്റ് എനിക്ക് ആദ്യം അത് വളരെ എതിർപ്പായിരുന്നു. എന്താണ് ഹിന്ദി പാട്ട് എന്തിന് മലയാള സിനിമയില് ഈ ഫൈറ്റിലെന്ന് ചോദിച്ചാൽ. പിന്നെ ഇപ്പൊ രമ്യ പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തത്, ഒരു എന്ന് പറഞ്ഞാൽ ഗുജറാത്തിൽ ജനിച്ച അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ ജനിച്ച ഹിന്ദിക്കാരനായ സയ്യിദ് മസൂദ്, പുള്ളിയുടെ കുടുംബത്തെ കൊന്ന വില്ലനായ അഭിഷേകിനെ, അവിടെയുള്ള ബജരംഗി ഭായിജാനെ കൊല്ലുമ്പോ, അല്ലെങ്കിൽ ബജരംഗിയാണോ പേരിപ്പം മാറ്റുമല്ലോ, പുതിയ വില്ലനെ കൊല്ലുമ്പോ ഈ വില്ലന് ഹിന്ദിക്കാരെ തല്ലി കൊല്ലുന്നതും ഹിന്ദിക്കാരെ. ഹിന്ദി അല്ലാതെ പിന്നെ മലയാളം പാട്ടില്ല. അത് ഞാൻ ചോദിച്ചു, അത് പുള്ളിക്കാരി എന്നോട് ചോദിച്ചപ്പോ എനിക്ക് തോന്നി അത് ശരിയാണ്. അങ്ങനെ വേണമെങ്കിൽ നമുക്കതിനെ അങ്ങനെ ജസ്റ്റിഫൈ ചെയ്യാം. അത് സത്യമാണ്. അങ്ങനെ ഒരു ജസ്റ്റിഫിക്കേഷൻ പോയിന്റ് അതിനുണ്ട്. പക്ഷെ ആ പാട്ട് എന്താ പറയാ, മലയാളികൾക്ക് എന്തോരം അത് മനസ്സിലോട്ട് ഏറ്റെടുക്കുന്നത് കണ്ടറിയണം. അത് നല്ല പാട്ടാണ്, എനിക്ക് ഇഷ്ടമായി. എനിക്കത് കേട്ടപ്പോ തന്നെ ഇഷ്ടമായി. നേരിട്ട് അതിന് മുമ്പ് നീ പാട്ട് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു, എനിക്ക് ഇഷ്ടമായി അത്. പക്ഷെ ആദ്യം കേട്ടപ്പോ ഞാനത് പ്ലേസ് ചെയ്യുന്ന വിചാരിച്ചു. സിനിമയ്ക്ക് മുമ്പ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്കത് ഇഷ്ടമായി. പക്ഷെ ഇത് എവിടെ കൊണ്ട് പ്ലേസ് ചെയ്യുന്ന വിചാരിച്ചു. പക്ഷെ ആ സിനിമയിൽ കണ്ടപ്പോ എനിക്കത് ഇഷ്ടമായി, നന്നായിട്ടുണ്ടായിരുന്നു. സിനിമയിൽ കണ്ടപ്പോ എനിക്ക് അങ്ങനെ വലിയ പ്രശ്നമായിട്ട് തോന്നുന്നു. ഇതൊരു പാൻ ഇന്ത്യൻ മൂവി ആകുമ്പോ ഒബ്വിയസ്ലി കുറച്ച് എലിമെന്റ്സ് കാണും, ഹിന്ദിയുടെ ഇൻഫ്ലുവൻസും അങ്ങനത്തെ കുറെ എന്താ പറയാ. പിന്നെ ഒരു കാര്യമുണ്ട്, മലയാള സിനിമയിൽ ഹിന്ദി പാട്ടുണ്ടെങ്കിലും തമിഴ് പാട്ടുണ്ടെങ്കിലും പാട്ട് പക്കായിരിക്കും. അത് നമ്മൾ മലയാളം പോലെ തോന്നിക്കുന്ന മലയാളോ അല്ലെങ്കിൽ തമിഴ് പോലെ തോന്നിക്കുന്ന മലയാളം, അങ്ങനെ ഹിന്ദി പോലെ തോന്നിക്കുന്ന മലയാളം, അങ്ങനെ ഒരു പരിപാടി മലയാള സിനിമയിലില്ല. അതെനിക്ക് വളരെ മലയാള സിനിമയിൽ എല്ലായിടത്തും അതിന്റെ ഒരു ഓതന്റിസിറ്റി കാണിക്കുന്നതിന്റെ ഒരു ഇതാണ്. അത് ഹിന്ദി പാട്ടാണെങ്കിൽ അത് പ്രോപ്പർ ഹിന്ദി ആയിരിക്കും. ഇപ്പൊ മേജർ രവിയുടെ സിനിമയിലെ പാട്ടായ ഹുദാസെ തെരി, ആ പാട്ടൊക്കെ എന്ന് വെച്ച് വന്ന് പാടിയത് കൈലാഷ് ഖേറാണ്, മനസ്സിലായില്ലേ? അപ്പൊ അതുപോലെ തമിഴ് പാട്ട് പാടിക്കുന്നത് വൃത്തിയായിട്ട് തമിഴ് അറിയാവുന്ന ആൾക്കാരായിരിക്കും. അല്ലാതെ മലയാളമാണെന്ന് പറഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞുണ്ടാക്കി മലയാളം പാട്ട് സിനിമയിലില്ല. മറ്റു ലാംഗ്വേജിൽ അത് ചെയ്യുന്നുണ്ട്. അത് സൗത്ത് ഇന്ത്യയിലും മോശമൊന്നുമല്ല. മലയാളം എന്ന് പറഞ്ഞ് മലയാളം അല്ലാതെ കാണിക്കുന്നതിൽ ഒരു ലാംഗ്വേജും മോശമല്ല. പക്ഷെ മലയാളത്തിൽ അങ്ങനെയല്ല, പക്കയായിട്ടാണ്. ആ കാര്യത്തില് തമിഴാണെങ്കിൽ തമിഴ്. അതെ, അത് തമിഴ് ഡയലോഗ് പറഞ്ഞാൽ തമിഴ് ഡയലോഗ് പറഞ്ഞോണ്ടിരിക്കുക. അല്ലാതെ മലയാളം ഹിന്ദി തമിഴായിട്ട് പറഞ്ഞ പോലെ തോന്നില്ല നമുക്ക്. അതാണ് വലിയ വ്യത്യാസം. അത് ആ ഫൈറ്റ്, പിന്നെ ആ ഫൈറ്റ് എന്താ പറഞ്ഞ പൃഥ്വിരാജ് ശരിയാണ്. പൃഥ്വിരാജ് മോഹൻലാലും തമ്മിലുള്ള കോമ്പിനേഷൻ എനിക്ക് തോന്നുന്നു പലതും. പൃഥ്വിരാജിനെ കുത്താൻ വരുന്നു, അപ്പൊ തടയുന്നു, അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടും കേട്ടിട്ടുള്ള പല ഇതാണ്. പിന്നെ എനിക്ക് ഈ വില്ലനെ നേരത്തെ രക്തചരിതത്തിൽ കണ്ടതിട്ടും പിന്നെ അങ്ങനെ പല പടത്തിലും ആ വില്ലന്റെ ആദ്യത്തെ വരവൊക്കെ ഭയങ്കരമാണ്. അത് നമ്മൾ ആ ട്രെയിലറിൽ ആ ഒരു സെക്ഷനായിട്ട് കാണുന്നുണ്ടെങ്കിൽ ആ സിനിമ കാണുമ്പോൾ നമുക്ക് ആ വില്ലനെ ശരിക്കും നല്ല മാസീവ് വില്ലത്തരമായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. പക്ഷെ പിന്നെ അതൊരു പൊളിറ്റീഷ്യനായിട്ട് അയാളെ മാറ്റി കഴിയുമ്പോൾ എനിക്ക് ആ പൊളിറ്റീഷ്യൻ ഇതിൽ പുള്ളി ഒട്ടും കംഫർട്ടബിൾ അല്ലാന്ന് എനിക്കൊരു ഫീലിംഗ് വന്നു. അയാളുടെ ചിരിയും ആ ചിരിയൊന്നും അയാൾക്കൊന്നും ഇണങ്ങാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു. എനിക്ക് തോന്നിയില്ല കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം എനിക്ക് ഇതിന് മുമ്പ് രക്തചരിതം കണ്ടതിന്റെയും അതിന് മുമ്പുള്ള കാര്യങ്ങൾ കണ്ടതിന്റെ ഒരു ഇതും കൂടെ ആയിരിക്കാം. അതിനകത്ത് പുള്ളിയെ കണ്ടിട്ടുള്ളത് കാരണമാണ് ഇതിൽ കാണുമ്പോൾ. അല്ലെങ്കിൽ മറ്റേ തീരൻ അധികാരം ഉണ്ട് എന്നുള്ള സിനിമയിൽ കണ്ടിട്ടുള്ളത്. അപ്പൊ അതിലൊക്കെ കണ്ടിട്ടുള്ള വില്ലനിസത്തിൽ നിന്ന് ഒരു ഡിഫറെന്റ് ആയിട്ട് പുള്ളി ഒരു പൊളിറ്റീഷ്യൻ ആയിട്ട് വരുമ്പോൾ മറ്റുള്ളവരോട് ചിരിച്ചു കാണിക്കണം, നേരിട്ട് ഫൈറ്റ് ചെയ്യില്ല എന്നുള്ള അങ്ങനെയുള്ള കുറച്ച് ട്രോപ്സ് ഒക്കെ എന്താ പറയാ എനിക്ക് അങ്ങോട്ട് കംഫർട്ടബിൾ ആയിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സമയം കാണുമ്പോൾ കുഴപ്പമില്ല. പക്ഷെ പിന്നെ രണ്ടാമത് ആലോചിക്കുമ്പോൾ ഇതിൽ കുറച്ചും കൂടി എന്തെങ്കിലുമൊക്കെ ചെയ്യായിരുന്നു തോന്നി. പക്ഷെ അത് എന്ത് ചെയ്യുന്നുള്ള കാര്യത്തിൽ സംശയമാണ്. ഈ പുള്ളിയെ വില്ലനായി കൊണ്ടുവന്നാൽ പുള്ളി ഇങ്ങനെയല്ലേ ഉണ്ടാവുള്ളൂ. പുള്ളി ഗുണ്ട പൊളിറ്റീഷ്യൻ ആയാൽ പൊളിറ്റീഷ്യൻ ഗുണ്ടയായിരിക്കും. അല്ലാതെ അയാള് പോളിഷ്ഡ് ആവണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആദ്യത്തെ ഏത് പാട്ടായിരുന്നു? എമ്പുരാനെ പിന്നെ അതുപോലെ ഈ കടവുൾ പോലെ റീയൂസ് ചെയ്തൊക്കെ ഇഷ്ടപ്പെട്ടു. ബൈജുവിന് ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിട്ട് ഒരു പാട്ട് കൊടുക്കുന്നു, IUFന്റെ ആ സോങ് ഒക്കെ ഇഷ്ടപ്പെട്ടു. രണ്ടാമത് പുള്ളി ഒരു തഗ്ഗാണെന്നുള്ളത് സിനിമയിൽ കൂടെയും പുള്ളി അഭിനയിച്ച് കാണിക്കുന്നുണ്ട്. പിന്നെ പക്ഷെ മറ്റേ
എന്താ പറയാ, മോഹൻലാലിന്റെ ഖുറേഷി അബ്രഹാം വന്നപ്പോ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുത്തിരുന്നു, മറ്റേ ഹെലികോപ്റ്ററിൽ 3 ഇമ്പാക്ട്. അത് നമ്മൾ തിയേറ്ററിൽ കാണുമ്പോൾ അത്ര ഇമ്പാക്ട് ഇല്ല അതിനല്ലേ. അല്ല പിന്നെ മോഹൻലാലിനെ ആദ്യമായിട്ട് കാണുമ്പോൾ സന്തോഷമുണ്ട് ഒബ്വിയസ്ലി. പക്ഷെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൂടെ കൊടുത്തിരുന്നെങ്കിൽ പൊളിച്ചേനെ ആ സീൻ. പൊളിച്ചേനെ. അത് പൊളിക്കാനുള്ള ഒരു ആ കടവുള്ള പോലെ എന്ന് പാട്ട് അപ്പൊ കൊടുത്തിരുന്നതിലും നമ്മള്. പക്ഷെ അപ്പൊ കൊടുത്താൽ അത് ചേരുവോ? അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പാട്ട്, ഇത്തിരി ഹാർഡ് മെറ്റൽ ആയിട്ട് ഒരു പാട്ട് എന്തെങ്കിലും ഒരു കൊടുക്കായിരുന്നു ഇത്രയും കൂടെ. കാരണം ആദ്യമായിട്ട് ആ സിനിമയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സീനാണത് അല്ലേ മോഹൻലാലിനെ. അപ്പൊ അത് ഇത്രയും കൂടെ ഒരു ആ ഒരു 3 ഹെലികോപ്റ്റർ വന്ന് വെടിവെച്ചിട്ട് അതൊക്കെ അതിൽ വേണേ കൊടുക്കായിരുന്നു. പക്ഷെ അതൊരു ഒരു ലൈറ്റ് ആയി പോയി, ഹെവി ആക്കായിരുന്നു. അതിപ്പോ ചിലർക്ക് ആ പാട്ട് ആ സീൻ അത്രയും കുഴപ്പമില്ലാന്ന് തോന്നിയില്ല. എനിക്ക് ആ സമയത്ത് മോഹൻലാൽ എന്താ പറഞ്ഞ അതിന് ഇത്ര ഇമ്പാക്ട് ഇല്ലല്ലോ എന്ന് എനിക്ക് തോന്നി. ആ സമയത്തും തോന്നിട്ടോ. കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും കൂടെ പ്രതീക്ഷിക്കും ഇതെന്ത് സിമ്പിൾ ആയിട്ട് വന്ന് ഇറങ്ങിയല്ലോ എന്ന് എനിക്ക് തോന്നി അല്ലേ. കുറച്ചും കൂടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുത്തു. എനിക്ക് സംശയം, എനിക്ക് കാല് കാണിച്ചപ്പോ ഇത് ആരായി വരാൻ പോണത്. കാരണം മോഹൻലാൽ ആകുമ്പോ ഇത്രയും കൂടെ ഒരു ഉണ്ടാവൂലോ, മാസം ഉണ്ടാവൂലോ എന്ന് ഞാൻ വിചാരിച്ചു. പൃഥ്വിരാജാണ് ഇറങ്ങുന്നത്, അതിന്റെ പിന്നാലെ ഇവൻ ഇറങ്ങുമ്പോ ഇത്രയും കൂടെ അങ്ങനെ ഒരു ഇത് ഞാൻ വിചാരിച്ചു. പിന്നെ അത് എന്താ പറയാ ഒരു ടോവിനോനെ കൊന്ന കാര്യം. ടോവിനോനെ അവസാനം പിടിച്ച് കൊന്നു. ഇപ്പൊ ടോവിനോ വില്ലനായി മാറിയപ്പോ എനിക്ക് ടോവിനോ വില്ലനായതിൽ ഈ പറഞ്ഞ പോലെ നേരത്തെ കുറച്ച് അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടായിരുന്നില്ല. അപ്പൊ ടോവിനോ വില്ലനാക്കാനുള്ള ഒരു അച്ഛനോടുള്ള എതിർപ്പ്, സ്വന്തം കാലിൽ നിൽക്കണം, ഞാനായിട്ട് ചെയ്യണം എന്ന് പറയുന്ന ടോവിനോനെ ആദ്യം തന്നെ ദഹിക്കാത്തൊരു പാടാണ്. കാരണം നമ്മൾ ഫസ്റ്റ് സിനിമയിൽ അതിനെ കുറിച്ച് ഒന്നും കണ്ടിട്ടില്ല. അച്ഛന്റെ കെയർ ഓഫിലാണ് സിനിമയിലേക്കല്ല പൊളിറ്റിക്സിലേക്ക് വന്നത്. എന്നിട്ടാണ് ഈ കാണിക്കുന്നത്. എന്നിട്ട് പിന്നെ പുള്ളി സ്വന്തം കാലിൽ നിൽക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറയുന്നതില് അതൊന്നും കുഴപ്പമില്ല. അവസാനം അവനെ കൊല്ലാൻ നേരത്ത് കുറെ കാര്യങ്ങളുണ്ട്. കൊല്ലാൻ നേരത്ത് ടൊവിനോനെ ഇപ്പൊ കൊന്നത് അടുത്ത സിനിമയിൽ ഇനിയിപ്പോ ടൊവിനോ ഇല്ല എന്നുള്ളതിന് സങ്കടമാണ്. അങ്ങനെ ടൊവിനോന്റെ ഫാനായിട്ട് നോക്കാൻ അതൊരു സങ്കടം തന്നെയാണ്. കാരണം ടൊവിനോ കൊടുത്ത ബിൽഡപ്പ്, ഞാൻ എന്റെ ചേട്ടൻ വിളിച്ചിട്ടാണ് വന്നതെന്നുള്ളതൊക്കെ വളരെ വലിയ പവർഫുൾ ആയിരുന്നു. പിന്നെന്ന് വെച്ചാൽ ഞാനിത് ആലോചിച്ചത് ഈ ചൈനീസ് ഈ ഗ്യാങ്ങുമായിട്ട് ലിങ്ക് ചെയ്യാൻ ടൊവിനോനെ ഉപയോഗിക്കായിരുന്നു എന്ന് എനിക്കൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. കാരണം ടൊവിനോടൊക്കെ രണ്ട് മാർഗങ്ങളാണ് ടൊവിനോയ്ക്ക് ഉള്ളതെന്ന് മോഹൻലാൽ ടൊവിനോട് പറയുന്നുണ്ട്. ഒന്നെങ്കിൽ തിരിച്ചുപോയി പ്രിയദർശനെ അകമഴിഞ്ഞ് സപ്പോർട്ട് ജീവിക്കാം, അല്ലെങ്കിൽ വഴിതെറ്റി പോവാന്ന് മിക്കവാറും ചൂസ് ചെയ്യാൻ സാധ്യത. അപ്പൊ വഴിതെറ്റി പോയി. ഇപ്പൊ ടൊവിനോ വഴിതെറ്റി പോയിട്ട് ഇവനെതിരെ ശക്തനായ എതിരാളിയെ കണ്ടുപിടിച്ച് അത് റിക്യൂൺ ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷെ വേറൊരു കാര്യമുണ്ട്. അപ്പൊ അത് ഡിസ്കസ് ചെയ്തപ്പോ എനിക്ക് തോന്നിയത് എന്താന്ന് വെച്ചാൽ ഈ കേരളത്തിൽ നിന്ന് ഒരു ചീഫ് മിനിസ്റ്റർ അത്രയും വലിയ ഒരു ഇന്റർനാഷണൽ ഗാങ്ങിന്റെ കണ്ടുപിടിച്ച് അവിടെ എത്തി, അയാളെ സ്വന്തം ഒപ്പം നിർത്തി ഇയാൾക്കെതിരെ ഫൈറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ മോഹൻലാലിന്റെ ക്യാരക്ടറിന് ഒരു ക്ഷീണം പറ്റുമോ എന്നുള്ള. മോഹൻലാലിന്റെ ക്യാരക്ടർ ക്ഷീണം പറ്റില്ല. അപ്പൊ എന്ന് വെച്ചാൽ ഈ ചൈനീസ് ഗാങ്ങിന് ഇയാളുമായിട്ട് എന്താ ബന്ധം? അയാളെ ഇത് ചെയ്തിട്ട് എന്താ ഗുണം? ഇയാളുമായിട്ട് കേരളത്തിലെ CM-ഉമായിട്ട് ഒരു പാർട്ട്ണർഷിപ്പ് വരുത്തിയിട്ട് ഈ ചൈനീസിന് ഇത്രയും വലിയ ഗ്യാങ്ങിന് അവർക്ക് എന്ത് ഗുണം? അത് മാത്രല്ല, പക്ഷെ വേറൊരു കാര്യമുണ്ട്. ടോവിനോ എന്ന് പറയുന്നത് ഇയാൾക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു, മോഹൻലാലിന്റെ ക്യാരക്ടറിന് സ്റ്റീഫന് വളരെ വേണ്ടപ്പെട്ട ഒരു ആളാണല്ലോ. അപ്പോ അവർക്ക് പറയാതെ പറയുന്ന അച്ഛന്റെ മകനാണല്ലോ. അപ്പോ ഒബ്വിയസ്ലി ഇങ്ങനത്തെ അവരുടെ ശത്രുക്കൾക്ക് ഇവനെ കിട്ടുവാണെങ്കിൽ നല്ലതാണ്. നല്ല ആ സ്റ്റോറി മൂവ് ചെയ്യാൻ ഒരു വളരെ നല്ലൊരു സ്ട്രോങ് പോയിന്റ് ആയിരുന്നു. ഇവനെ കൊല്ലാനും പറ്റില്ല, കൊല്ലാതിരിക്കാനും പറ്റില്ല എന്നുള്ളൊരു ഏതായാലും വഴക്ക് ഇതിലും വഴക്കെന്നുള്ള ഒരു സീൻ നമുക്ക് കിട്ടിയേനെ. ഞാൻ അങ്ങനെ ഒരു മനസ്സിൽ ആഗ്രഹിച്ചു. ഞാൻ വിചാരിച്ചു അങ്ങനെ ആ ഫ്ലൈറ്റിൽ ഹെലികോപ്റ്റർ കയറി പോയപ്പോൾ ഞാൻ വിചാരിച്ചു മിക്കവാറും ഇത് അവസാനം വില്ലന്റെ ഒപ്പം ചെയ്തു. അതെ, വില്ലന്റെ ഒപ്പം ചെയ്താ. പക്ഷെ അപ്പൊ നമ്മള് അങ്ങനെയും പറയാൻ പറ്റില്ല. ചിലപ്പോ നമ്മൾ പറഞ്ഞേ വില്ലന്റെ ഒപ്പം പോയി ചേർന്നു, അത് എല്ലാ സിനിമയിലും കണ്ടിട്ടുള്ളതാണെന്ന് നമ്മൾ ചിലപ്പോ നമ്മൾ അങ്ങനെയും പറഞ്ഞു. പക്ഷെ അത് അൺഎക്സ്പെക്ടഡ് ആയി പോയിട്ടോ ടോവിനോനെ കൊന്നത്. നിന്റെ ബ്രദറിനെ ഞാൻ എടുക്കുന്നു എന്ന് പറയുമ്പോ ആദ്യം തിരിഞ്ഞു നോക്കുന്നത് സൈദിനെയാണ്, പൃഥ്വിരാജിനെ. അപ്പൊ ഞാൻ പൃഥ്വിരാജിനെ കൊല്ലില്ല. അല്ല, അത് അത്ര ആലോചിക്കാനുള്ള സമയം കിട്ടിയില്ല സത്യം പറഞ്ഞാൽ. ആ സീനിൽ നമുക്ക് അധികം തിയേറ്ററിൽ പോയിരിക്കുമ്പോ അങ്ങനെ ആലോചിക്കാൻ സമയം കിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞ് ആലോചിച്ചപ്പോ ഞാൻ ശരി, പൃഥ്വിരാജിനെ കൊല്ലാൻ പറ്റില്ല. പൃഥ്വിരാജിനെ കൊന്നാ പിന്നെ അടുത്ത സിനിമയിൽ നമ്മൾ എന്ത് കാണിക്കും? പിന്നെ
ഡയറക്ടർ ആക്ടറിനെ കൊന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത വർഷത്തെ ഡയറക്ടർ ഞാൻ ഈ ഡയറക്ട് ചെയ്യില്ലെന്ന് അത് കാരണം നടക്കില്ലെന്ന് എനിക്കറിയായിരുന്നു. പക്ഷെ അതൊന്നും ആലോചിക്കാൻ തിയേറ്ററിൽ വെച്ചൊന്നും തിയേറ്ററിലൊക്കെ ചടപെടാന്നാണ് തോന്നുന്നത്, അത് തന്നെ നമുക്കറിയില്ല. നമ്മള് ഇവിടെ വർത്താനം പറഞ്ഞുകൊണ്ട് അവരിരുന്നപ്പോ തന്നെ മോളി പൊട്ടിക്കഴിഞ്ഞു. ഖുറേഷി അബ്രഹാം ഗ്യാങ്ങിന്റെ ആക്ടിവിറ്റീസ് ആയിട്ട് കാണിക്കുന്നതില് ഇതിലിത് കാണിക്കുന്നത് ഇപ്പൊ മോഹൻലാല് ഖുറേഷി അബ്രഹാമായിട്ട് വന്ന് സയ്യിദിനെ തീവ്രവാദികളെ റാഡിക്കലൈസ് ചെയ്ത് കൊണ്ടുവന്ന ഒരു ഗ്രൂപ്പിൽ നിന്നും മോചിപ്പിക്കുന്നതായിട്ടാണ്. അവരെ ഗ്രൂപ്പിൽ നിന്ന് മോചിപ്പിച്ചിട്ട് പിന്നെ പഠിപ്പിച്ച് കളക്ടറാക്കിയിരുന്നെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, നല്ല കാര്യമായിട്ട് അറിയായിരുന്നു. ഇതിപ്പോ എന്താണ്ടായി, അവന്റെ കൂടെ നിൽക്കുന്ന 23 വർഷമായിട്ട് ഇവന്റെ കൂടെ നിൽക്കുന്ന ഹിറ്റ്മാൻ, അതായത് അയാളുടെ സ്വന്തം കുടുംബത്തിനെ കൊന്നവരെ തിരിച്ച് കൊല്ലാൻ പോലും സമ്മതിക്കാതെ കൂടെ നിർത്തി സയ്യിദിനെ എന്ന് പറയുന്നത്. അപ്പൊ ഇത് എന്താ പറയാ, കൂട്ടി 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 കൊണ്ടുവന്ന് ഒപ്പം നിർത്തിയ ഒരു. അപ്പൊ ആ ടെററിസ്റ്റ് ഗ്യാങ് ചെയ്തതിലും മോഹൻലാല് ഖുറേഷി അബ്രഹാം ഗ്യാങ് ആയിട്ട് ചെയ്തതിലും എന്താണ് വലിയ വ്യത്യാസമുള്ളത്? അതൊരു എന്ത് ഇതായിട്ടാണ് കാണിക്കാൻ ശ്രമിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. അതിനെ രക്ഷപ്പെടുത്തി നല്ലൊരു രീതിയിൽ വളർത്തി വലുതാക്കി ആ കഞ്ഞി എടുത്തുകൊണ്ട്, ആ വിഷമുള്ള കഞ്ഞി എടുത്തുകൊണ്ട് എന്റെ അച്ഛന് കൊടുത്തപ്പോഴാണ് സമാധാനമായെന്ന് പറഞ്ഞ പോലെ ഒരു സീനായി പോയിരിക്കുന്നത് തോന്നി എനിക്കതില്. പിന്നെ അത് കഴിഞ്ഞ് ഇവനും രണ്ടാമത് പിന്നെയും പുതിയതായിട്ട് കുറെ പിള്ളേരെ മോചിപ്പിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോഴും അവരെ രക്ഷപ്പെടുത്തി പഠിപ്പിച്ച് നന്നാക്കി എന്ന് പറയുന്നില്ല. ഇപ്പൊ അവരടുത്ത ചൈൽഡ് സോൾഡേഴ്സിന് ഇവർക്ക് സ്വന്തമായിട്ട് ആഡ് ചെയ്തതാണോ എന്ന് ദൈവത്തിന് മാത്രമേ ഉള്ളൂ. അത് ചിലപ്പോൾ അടുത്ത പ്രാവശ്യം ഉണ്ടാവും. അടുത്ത പ്രാവശ്യം അതിനെ കുറിച്ച് കൂടുതൽ പ്രതീക്ഷിക്കുന്നു. അത് അടുത്ത സിനിമ കണ്ടാലും നമുക്ക് അതിനെ കുറിച്ചുള്ള മുഴുവനായിട്ടുള്ള ഇത് പറയാം. അല്ല, ഈ ഒരു എക്സ്പീരിയൻസ് നമ്മൾ ഇപ്പൊ കണ്ട സിനിമയിൽ ഇത് വെച്ചിട്ട് മോഹൻലാൽ രക്ഷപ്പെടുത്തിയ പൃഥ്വിരാജിനെ ക്യാരക്ടറിനെ ഹിറ്റ്മാനാക്കി കൂടെ നിർത്തി. അപ്പോ അതിന് ചൈൽഡ് സോൾജർ ആയിട്ട് വന്ന് ഒരു ടീനേജ് തൊട്ട് 23 കൊല്ലം കൂടെ നിർത്തി. പിന്നെ അവന്റെ ഫാമിലിയെ കൊന്ന ആൾക്കാരെ കൊല്ലാൻ സഹായിച്ചു. അത്രേ ഉള്ളൂ, സഹായിച്ചു. അത് 23 കൊല്ലത്തിന് ശേഷം. 23 കൊല്ലം ഒരു ആദ്യം ഞാൻ വെച്ച് ഈ ഇത്രയും വലിയ ഗ്യാങ്ങിന് ആ ബജരംഗിയെ കൊല്ലാൻ ഇത്രയും കാലം എടുക്കേണ്ട ആവശ്യമില്ല. അത് പിറ്റേ ദിവസം തന്നെ ഇവൻ പിച്ചാത്തിക്ക് തീരാവുന്നതുണ്ടായിരുന്നുള്ളൂ ബജരംഗി. എന്തുകൊണ്ട് ഇത്രയും കാലം എടുത്തു? എന്തുകൊണ്ട് ഇത്രയും കാലം എടുത്തെന്ന് അതിനൊരു അഭിപ്രായം പറയുന്നുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിന്നിലെ പ്രശ്നം മറ്റുള്ളവർക്കും കൂടി പ്രശ്നമായി കഴിയുമ്പോഴേ ഞാനതിൽ ഇടപെടൂ എന്നുള്ള ടൈപ്പില് മോഹൻലാല് പറയുന്നുണ്ട്. അതിനൊരു ന്യായീകരണമായിട്ട് when your vengeance becomes not just yours, that's when we will fight on it എന്നുള്ള ടൈപ്പിലൊരു ഡയലോഗ് പറയുന്നുണ്ട്. അത് എത്ര കൺവിൻസിങ് ആണെന്നുള്ളത് കണ്ടവർക്കേ അറിയുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഇടയ്ക്ക് മുല്ലപ്പെരിയാർ ഇഷ്യൂ കൊണ്ടുവന്നത് ഇതാ ഞാൻ സിനിമയില് നമ്പർ ഓഫ് പ്ലോട്ട് പോയിന്റ്സ് മുല്ലപ്പെരിയാർ ഇഷ്യൂ. കേരളം നശിപ്പിച്ചു കളയും ഞാൻ മുല്ലപ്പെരിയാർ ബോംബ് വെച്ചിട്ട്. മുല്ലപ്പെരിയാർ ബോംബ് അതൊന്നും പറയേണ്ട ആവശ്യമില്ല. അതൊക്കെ പറയേണ്ട ആവശ്യമില്ല. സിനിമയില് അതിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. സിനിമയിൽ അതിന് എന്ത് ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് നോക്കി കഴിഞ്ഞാൽ ഇല്ല. പിന്നെ നെടുമ്പള്ളി ഒരു അല്ല, ഇയാളെ കൊല്ലാൻ റീസൺസ് നമ്മള് കളക്ട് ചെയ്യാണ്. കേരളം നശിപ്പിക്കാൻ വന്നൊരു വില്ലനാണ്. സോ വി ആർ സ്റ്റേറ്റിംഗ്, ഇയാൾ അത്ര വലിയ വില്ലനായിരുന്നു, അല്ലെങ്കിൽ കേരളം നശിച്ചു പോയാൽ ഇയാളെ ജീവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അതുകൊണ്ട് കൊന്നു എന്നുള്ള അങ്ങനെ നമ്മൾ കുറച്ച് റീസൺസ് ലിസ്റ്റ് ഔട്ട് ചെയ്യുന്ന പോലെ തോന്നി. അതെ, അത് പിന്നെ ബന്ധമില്ലാത്തൊരു റീസൺ ഇത്തിരി പൊളിറ്റിക്കലി അത്ര ആവശ്യമില്ല. എനിക്ക് തോന്നുന്നത് ഈ റൈറ്റിംഗിന്റെയും കൂടി ഉണ്ട്. റൈറ്റിംഗിലുള്ള ഭാഗമാണ് അതൊക്കെ. ആ റൈറ്റിംഗിനെ കുറിച്ച് നമുക്ക് പറയാം. മുരളി ഗോപിന്റെ ഭാഗം ഇതിനെ കുറിച്ച് കുറച്ച് പറയാനുണ്ട്. ഇപ്പം ഫസ്റ്റ് സിനിമയിൽ നമ്മള് ധീരര എന്ന് പറഞ്ഞ സോങ് പാടുന്ന ആ അപ്പൂപ്പൻ മരിച്ച് ഭിത്തിയിൽ പടമായിട്ടിരിക്കുന്നത് നമ്മള് ഈ സിനിമയുടെ ആദ്യത്തില് ഇവനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഫാസിൽ കാണിക്കുന്നുണ്ട്. ആ പാട്ട് നമ്മൾ പറയുന്നത് മറ്റേ സിനിമയിൽ വേറെ നല്ല പാട്ടില്ല. മറ്റേ സിനിമയിൽ നല്ല പാട്ടായിരുന്നു ധീരരെന്ന് പറഞ്ഞിട്ട് വരിക സാഹചര്യം. അത് അവിടെ നന്നായിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് സിനിമയിൽ. രണ്ടാമത്തേല് അത് പോയി, ആ പാട്ടില്ല. അതുപോലെ പറ്റിയൊരു പാട്ട് ഇവിടെ ഇല്ല ഇപ്പൊ. അതുണ്ട്, ആ ബൈജുവിന്റെ പാട്ട് കുഴപ്പമില്ല. പക്ഷെ അത് ബൈജുവിന്റെ പാട്ട് ഇപ്പോഴും റിലീസ് ചെയ്തിട്ടില്ല. അപ്പൊ റിലീസ് ചെയ്ത് കേട്ടാലേ നമുക്ക് അറിയുള്ളൂ അതിന്റെ ഇമ്പാക്ട്. സിനിമയുടെ പുറത്ത് കാണുമ്പോൾ ആ പാട്ടിന് ഇമ്പാക്ട് ഉണ്ടോ നമുക്ക് പുറത്ത് കാണുമ്പോൾ തോന്നുള്ളൂ. അപ്പൊ സുരാജിന്റെ ക്യാരക്ടർ കളിയാക്കുന്ന പോലെയാണ് തോന്നിയത് ഒരിക്കലും സിനിമ പറയുകയാണെങ്കിൽ. കളിയാക്കാനായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ നാഷണൽ ലീഡേഴ്സിനൊപ്പം നിൽക്കുമ്പോൾ ഷൂ ആയി പോയി എന്നുള്ള അതങ്ങനെ തന്നെ കാണിച്ചു കേട്ടോ. അവസാനം അങ്ങനെ തന്നെയാണ്. എന്നാലും സുരാജിന്റെ ക്യാരക്ടറിന് അങ്ങനെ വലിയ റോളില്ല. അല്ല, റോളില്ലെന്നല്ല, സീൻസ് ഉണ്ട്. പക്ഷെ അതിന് അവസാനം ഷൂ ആയി പോകും. പിന്നെ നമ്മുടെ മണികണ്ഠൻ ഉണ്ടായിരുന്നില്ലേ? മണികണ്ഠന് പിന്നെ മുദ്രാവാക്യം വിളിക്കാൻ മാത്രമേ ഉള്ളൂ. ശരി, ഇടയ്ക്കിടയ്ക്ക് അവനെ കാണിക്കണ്ടായിരുന്നല്ലേ? മറ്റേ ആ സീനില് മറ്റേ കത്തിക്കേറി IF-നെ ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു അവസാനത്തൊക്കെ? ഇനി നമുക്ക് എന്ത് ചെയ്യും മല്ലയ്യ. അതിന്റെ റോള് മണികണ്ഠന് കൊടുക്കുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യും മല്ലയ്യ. അപ്പൊ മറ്റേതിന്റെ അത്ര സായികുമാറിന് ഇതിൽ റോളില്ല. ഇതിലിങ്ങനെ ഇരുന്ന് TV കാണാനാണ് സായികുമാറിന്റെ മെയിൻ
വയ്യാന്ന് തോന്നുന്നു പുള്ളിക്ക് വയ്യാന്നുള്ള വയ്യായിട്ടുള്ളതിന്റെ ഒരു ഇതുണ്ട്. പിന്നെ ശിവജി അഭിനയിച്ച മേടയിലാശൻ എന്ന് പറഞ്ഞ ശിവജി അഭിനയിച്ച ആ പുള്ളിയുടെ റോള്. അപ്പൊ അതിനൊക്കെ എന്താ കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കേരളത്തിലെ പൊളിറ്റിക്കൽ സിനാരിയോ കാണിക്കാനായിട്ട് ഉപയോഗിക്കാം. പുള്ളിക്ക് ഒരു 2 സീൻ ആ സീൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. അയ്യോ പിടിച്ച് ജയിലിലാക്കല്ലേ വിലങ്ങി വെക്കല്ലേ എന്ന് പറയണത്. ആദ്യം ഒന്ന് ചത്തൊടുങ്ങി, പിന്നെ ഒന്ന് താഴെ വീണു, ഇനി ഇപ്പൊ 3ാമതിന്റെ വരവാണ്. അതെനിക്ക് തോന്നുന്നു ശരിയാണ്. 2-3 സീരിയൽ പുള്ളി സൂപ്പറായിട്ടുണ്ട്. പുള്ളി സൂപ്പറായിട്ടുണ്ട്. ഇപ്പൊ ശിവജിയുടെയും അവര് ഇന്റർവ്യൂല് കഴിഞ്ഞ ഉടനെ ഒരു സീനില്ലേ ഇവര് തമ്മിൽ രണ്ടുപേരും സംസാരിക്കുന്നത്. അതിന്റെ പകുതി ഞാൻ കണ്ടുള്ളൂ. ഞാൻ ഇന്റർവ്യൂല് കഴിഞ്ഞ് ചാവടിച്ച് വന്നപ്പോഴേക്കും ആ സീനിന്റെ പകുതി എത്തി. പിന്നെ അമീർ ഖാന്റെ സിസ്റ്ററായിട്ട് വന്നിട്ടുള്ള നിഖത് ഖാന്റെ മരണമൊക്കെ കട്ട് ചെയ്ത് പോകുന്നു പറഞ്ഞു. അത് കട്ട് ചെയ്ത് പോയാൽ പിന്നെ ആ സിനിമയിൽ ബാക്കി എന്തുണ്ടെന്നുള്ളത് പുള്ളിക്കാരിക്ക് റോൾ അത്രയും കുറയും. ആ സിനിമയിൽ ആ ഡയലോഗും അതിന് മുമ്പുള്ള ഒരു വലിയ ഡയലോഗുമാണ് പുള്ളിക്കാരിയുടെ മെയിൻ ഇത്. ആ വെടിവെച്ച് കൊല്ലുന്ന കട്ടായി പോകും. അത് കട്ടായി പോകുന്ന കണ്ടു. ചിലപ്പോ അത് ഭയങ്കര കൊല്ലാനായിട്ട് കാണിക്കായിരിക്കും. പക്ഷെ അതിങ്ങനെ മറിഞ്ഞു വീണ് തലയിൽ ഉണ്ടായിട്ടിരിക്കുന്നത് കാണിക്കില്ലായിരിക്കും. അപ്പൊ പുള്ളിക്കാരിയുടെ പിന്നെ എനിക്ക് മനസ്സിലാവും. പക്ഷെ ഈ സയ്യിദിന്റെ ഫാമിലിയായിട്ട് ഒരു 3-4 സ്ത്രീകളെ കാണിക്കുന്നുണ്ട്. ഇവരെ തമ്മിൽ തിരിച്ചറിയാൻ ഇവരാരാണെന്നോ ഇവരെന്താണ് ബന്ധമെന്നോ ഒന്നും എക്സ്പ്ലെയിനും ചെയ്യുന്നില്ല. അവരുടെ ക്യാരക്ടർ വലുതായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള സമയവും കിട്ടുന്നില്ല. എല്ലാം പടപെടാൻ തീരും. എത്ര എസ്റ്റാബ്ലിഷ് ചെയ്യും അത് ശരിയാണ്. അതുള്ള സമയമില്ല. ഇതെല്ലാം കൂടി പറയാം. അതാ പറഞ്ഞ ഇത്രയും പ്ലോട്ട് പോയിന്റ്സ് പറയാൻ ഈ സിനിമയിൽ സമയമില്ല. അപ്പൊ ഇത് ഒന്നെങ്കിൽ മുറിച്ച് പറയണായിരുന്നു, അല്ലെങ്കിൽ വേറെ അനാവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വേണേ കട്ടാക്കാമായിരുന്നു. ഇപ്പൊ കബൂക കടലായിട്ടുള്ള ഫൈറ്റ് അത് കുറച്ച് മുല്ലപ്പെരിയാറൊക്കെ കട്ട് ചെയ്ത് കളയുന്നു. മുല്ലപ്പെരിയാറൊന്നും ആവശ്യമില്ല. കുറച്ച് സമയമൊക്കെ. പിന്നെ അത് മാത്രല്ല ഫസ്റ്റ് സിനിമയിൽ നമ്മൾ കാണുന്നില്ല നെടുമ്പള്ളി ഒരു അല്ല എന്താ പറയുന്ന ഒരു മലയോര മേഖലയാണെന്ന് വിചാരിക്കുന്നുള്ളൂ. നെടുമ്പള്ളി ഡാമിന്റെ കരയിലാണെന്ന് നമ്മൾ ആദ്യത്തെ സിനിമയിൽ നമുക്ക് തോന്നുന്നില്ല. അതിനെക്കുറിച്ച് ആദ്യത്തെ സിനിമയിലൊന്നും പറയുന്നില്ല. 2ാമത്തെ സിനിമയിലാണ് ഇത് ഡാമിന്റെ കരയിലുള്ള സ്ഥലമാണ്, വെള്ളം പൊങ്ങുന്നു, മഴ പെയ്യുന്നു എന്നൊക്കെ പറയുന്നത്. അതൊക്കെ കറന്റ് സിനാരിയോനെ ബേസ് ചെയ്തിട്ടാണല്ലോ ഓവർ ദി ഇയേഴ്സ് ഈ പ്രശ്നങ്ങളൊക്കെ കേരളത്തിൽ നടന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തൊന്നുണ്ടാവുള്ളൂ. അങ്ങനെ വേണമെങ്കിൽ പറയാം. പക്ഷെ എന്തോ ഞാൻ അത്രയൊന്നും പറഞ്ഞില്ലെങ്കിലും ആ സിനിമ മുന്നോട്ട് പോയേനെ. പക്ഷെ അവിടെ സയ്യിദിന്റെ ഫാമിലിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സമയം കിട്ടി. 20 മിനിറ്റ് ഹിന്ദിക്കാരെ ഹിന്ദിയിൽ പറഞ്ഞു എന്ന് പറഞ്ഞ തന്നെ ഒരു കംപ്ലൈന്റ് ആണ് പലർക്കും. അപ്പൊ ഇത് കൂടുതൽ എസ്റ്റാബ്ലിഷ് അതിൽ ആ സ്ത്രീകളെ എനിക്ക് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ തന്നെ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇത് ആരാണ് ഇവന്റെ അമ്മ, രാത്രി ഇരുട്ടത്ത് കത്തിക്കൊണ്ടിരിക്കുന്ന വെളിച്ചത്തിൽ കാണിക്കുന്ന എല്ലാവരും കണ്ടിട്ട് ഒരുപോലെ ഇരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവരാരൊക്കെ ഫാമിലിന്ന് മാത്രം ചിലപ്പോ അമ്മയുടെ ചേച്ചി അങ്ങനെ അല്ലെങ്കിൽ അമ്മയുടെ അമ്മ അങ്ങനെയൊക്കെ ആയിരിക്കും. ആ വയസ്സായിട്ടുള്ള 3-4 പേരില് അവന്റെ ഫാമിലി അത്ര തന്നെ. അതെ, സാഹിദിന്റെ ഫാമിലി അത്ര തന്നെ. അവരെ കൊന്നു. കാര്യം അത്രേ ഉള്ളൂ. എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ സ്ത്രീ ആ പ്രഗ്നന്റ് ലേഡിയെ ഉപദ്രവിക്കുന്നൊന്നും ആക്ച്വലി അത്ര ആവശ്യമില്ല. അതെനിക്ക് അതൊക്കെ കട്ട് ചെയ്ത് പോകുന്നു. അത്രയും ബ്രൂട്ടലായിട്ടുള്ള നമ്മൾ മലയാള സിനിമയിൽ കാണിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ പല സിനിമയിൽ ഉണ്ടെങ്കിലും അതിന്റെ ആവശ്യമില്ല. ആക്ച്വലി ഈ സിനിമയിൽ ഇല്ലെങ്കിലും ക്യാരക്ടർ എസ്റ്റാബ്ലിഷ്ഡ് ആണ്. ഈ സിനിമയെ കുറിച്ച് നമ്മളിപ്പോ ഒരുപാട് പറഞ്ഞു അല്ലെ. ഇപ്പൊ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് പല ഇതായിട്ട് പറഞ്ഞു. അപ്പൊ നമ്മള് ഇപ്പൊ പറഞ്ഞ എല്ലാ അഭിപ്രായങ്ങൾക്കും എല്ലാവർക്കും അതുമായിട്ട് യോജിപ്പുണ്ടാവണമെന്നില്ല. നിങ്ങൾക്ക് അതിൽ നിങ്ങളുടേതായ ഇതുണ്ടാവും. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഒരുപാട് പറയാനുള്ള പോലെ ഇപ്പോഴും ഫീൽ ചെയ്യുന്നു. ഇപ്പോൾ ഞങ്ങൾ പിന്നെയും ഡിസ്കസ് ചെയ്തു. പിന്നെയും കുറെ പോയിന്റുകളുണ്ട്. ഇപ്പോൾ വരുന്ന കമന്റുകൾ അനുസരിച്ച് ഇനിയും കുറെ എന്തെങ്കിലും പറയാനുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ ഒരു വീഡിയോ കൂടി ഇടും. വേറെ ഫിലിംസിന്റെ വേറെ ഫിലിംസ് കാണുവാണെങ്കിൽ ഇതുപോലെ ചെയ്യാൻ പറ്റുന്ന വല്ലതുണ്ടെങ്കിൽ നമുക്ക് അപ്പൊ ചെയ്യാം. അപ്പൊ നോക്കാം. അതെ, ഇതുപോലെ നമ്മൾ വേറെ പറയാത്തത് ആ പടത്തിന്റെ ഇതനുസരിച്ച് നമുക്ക് ഇനിയും വേറെ പടങ്ങൾ ഇതുപോലെ കണ്ട് പറയുകയാണെങ്കിൽ നമുക്ക് നോക്കിയിട്ട് പറയാം.